بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആമീൻ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഒരു മുഅ്മിൻ അള്ളാഹുവിലും പരലോകത്തിലും ദൃഢമായി വിശ്വസിക്കുന്നവനാണ്. അങ്ങനെ വിശ്വസിക്കുകയും അതിൽ യഖീൻ ഉണ്ടാവുകയും അതിൽ സ്ഥിരമായി ഇരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറയുന്നത്. പരലോക വിശ്വാസത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് വിചാരണ കഴിഞ്ഞ് ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും വിചാരണ ചെയ്ത് അവർക്ക് നരകവും സ്വർഗവും അള്ളാഹു സുബ്ഹാനഹു വതആല വിധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അഥവാ മനുഷ്യരുടെ കാര്യമെടുത്താൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിച്ച തൗഹീദോടുകൂടി മരണപ്പെടുന്ന അടിമകൾക്ക് സ്വർഗപ്രവേശനവും, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ച് ശിർക്കിലായിക്കൊണ്ട് മരണപ്പെടുന്നവർക്ക് നരകത്തിൽ ശാശ്വതമായ അവസ്ഥയും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്. ഒരു മുഅ്മിൻ ഈ സ്വർഗത്തെയും നരകത്തെയും കുറിച്ച് അറിഞ്ഞിരിക്കുക, അതുപോലെ തന്നെ അതിനെ ഓർക്കുക, അതിനെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് വളരെയധികം ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവിൽ പലതരത്തിലുള്ള ഫിത്നകൾ അവൻ നേരിടുമ്പോൾ, ഫിത്നകൾ ഖൈർ കൊണ്ടുണ്ടാവും, ഷർറ് കൊണ്ടുണ്ടാവും. സുഖ സൗകര്യങ്ങൾ കൊണ്ട് ഫിത്ന ഉണ്ടാവും. ഒരാൾക്ക് ഏറ്റവും നല്ല സുഭിക്ഷമായ ജീവിതം, ആഫിയത്ത്, അതുപോലെ എല്ലാ കാര്യങ്ങളും ലഭിക്കും, അതൊരു ഫിത്നയാണ്. ചില ആളുകൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും അതുപോലുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ അതും ഫിത്നയാണ്. അപ്പോൾ ഏറ്റവും നല്ല സുഭിക്ഷമായ അവസ്ഥ, ആഗ്രഹിച്ചതെല്ലാം ലഭിക്കുന്ന അവസ്ഥ, അങ്ങനെയൊക്കെ ഒരു കാര്യം ഉണ്ടാകുമ്പോഴും അവൻ എന്തിനെക്കുറിച്ച് ആലോചിക്കണം? സ്വർഗനരകങ്ങളെക്കുറിച്ച് ആലോചിക്കണം. കാരണം അത് ദുനിയാവിൽ എന്നേക്കുമുള്ളതാണ് എന്ന രീതിയിൽ ആ ഫിത്നയിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടുന്ന് പോകണം, ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് സ്വർഗത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ ഫിത്നയിൽ അകപ്പെട്ടാൽ നരകത്തിൽ ഞാൻ കിടക്കേണ്ടി വരുമെന്നുള്ളത്. രണ്ടാമത്തേത് ദാരിദ്ര്യവും കഷ്ടപ്പാടും അതുപോലെയുള്ള പരീക്ഷണങ്ങൾ, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ, അവരും സ്വർഗനരകങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അവർക്ക് എന്തൊരു ദുരിതമുണ്ടെങ്കിലും അതിൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവിധ സുഖസൗകര്യങ്ങളുമുള്ള സ്വർഗമുണ്ട് എന്നുള്ളത്. അപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത മനുഷ്യന് അവൻ്റെ ഈമാൻ നിലനിർത്തുന്ന, സൽക്കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ പ്രേരകമാകുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കാരണമാകുന്ന ഒരു കാര്യമാവും. മനുഷ്യൻ്റെ മടങ്ങേണ്ട അവൻ്റെ യഥാർത്ഥ ഭവനമാണ് സ്വർഗം എന്നുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്, അതിലേക്കാണ് തിരിച്ചു പോകേണ്ടത്. അതിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ കാലമാണ് ദുനിയാവിലുള്ളത്. അപ്പോൾ ദുനിയാവിലെ എന്തെങ്കിലും അലങ്കാരങ്ങളോ അല്ലെങ്കിൽ ഹറാമുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മെ ആകർഷിപ്പിക്കുമ്പോൾ, ഇതല്ല, എനിക്കിതിനേക്കാൾ വലുത് ഞാൻ മടങ്ങേണ്ട എൻ്റെ സ്വന്തം സ്ഥലത്തുണ്ട് എന്നുള്ള ഒരു ബോധം അവൻ്റെ ഉള്ളിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും അറിയണം. ഇപ്പോൾ ഖുർആൻ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യകാലത്ത് ഇറങ്ങിയ സൂറത്തുകളിൽ ഭൂരിഭാഗം എന്താണ്? സ്വർഗവും നരകവും പരലോകവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെന്തിനാണ്? അത് ആ ഈമാൻ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ പാരായണം ചെയ്തിരുന്നതും ഈ മുഫസ്സലായ സ്വർഗനരകങ്ങളെക്കുറിച്ച് അധികം പരാമർശിക്കുന്ന, തൗഹീദിനെയും പരലോകത്തെയും കുറിച്ച് പരാമർശിക്കുന്ന സൂറത്തുകളാണ് നിസ്കാരങ്ങളിൽ ജഹ്റായി അഥവാ ഉറക്കി ഓതുന്ന നിസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിട്ടുള്ളത്. അതെന്തിനാ? കേൾക്കണം, ആളുകൾ കേട്ട് ആ ഓർമ്മ നിലനിർത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് മടങ്ങിച്ചെല്ലേണ്ട നമ്മുടെ യഥാർത്ഥ ഭവനമായ സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മെ അറിയിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താൻ, അത് അറിയുന്നത് വഴി, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് വഴി അത് നേടിയെടുക്കാൻ, കൂടുതൽ സൽക്കർമ്മങ്ങളിലേക്ക് മുന്നേറാൻ, അതിന് തടസ്സമാകുന്ന പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് സ്വർഗത്തെക്കുറിച്ച് നാം സംസാരിക്കുന്നത്. സ്വർഗത്തിലെ
അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, സ്വർഗത്തിനെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ. വളരെ ബൃഹത്തായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. ചുരുങ്ങിയ രീതിയിൽ അതിൻ്റെ കാര്യങ്ങളെ നമുക്ക് പറയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഒരുക്കിയിട്ടുള്ളത് ഈമാനും സൽക്കർമ്മവും ചെയ്യുന്ന അവൻ്റെ അടിമകൾക്കാണ്. അപ്പോൾ നമുക്ക് ആ സ്വർഗം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അടിസ്ഥാനമായി നമുക്കുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഈമാനും സൽക്കർമ്മങ്ങളുമാണ്. അതില്ലാതെ ഒരിക്കലും നമുക്ക് എന്തില്ല, അതൊന്നുമില്ല അള്ളാഹിനനുസരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് സ്വർഗം ആഗ്രഹിക്കുക എന്നുള്ളത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അല്ലാഹു തആല സൂറത്ത് നിസായിലെ 122-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ വഅദല്ലാഹി ഹഖ്ഖാ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല. അല്ലാഹു പറയാണ്, ആരാണോ ഈമാനുള്ളവർ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർ, സനുദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിലേക്ക് നാം അവരെ പ്രവേശിപ്പിക്കുന്നതാണ്. ഖാലിദീന ഫീഹാ അബദാ, അവർ എന്നെന്നും അവിടെ ശാശ്വതരായിരിക്കും. ഇപ്പോൾ ദുനിയാവിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ഇന്നോ നാളെ മരണപ്പെടുന്ന ഉറപ്പായിട്ട് നമ്മൾ ജീവിക്കുന്നത്. എത്ര വലിയ സ്വപ്നം കാണുന്ന വ്യക്തിയും, അല്ലെങ്കിൽ എത്ര വലിയ ഒരാൾ വലിയ കൊട്ടാരവും, അല്ലെങ്കിൽ വലിയ വില കൂടിയ വാഹനവും, അല്ലെങ്കിൽ അതുപോലുള്ള വസ്ത്രങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, അയാളും എന്താണ്, ഇന്നോ നാളെയോ മരണപ്പെടും എന്നുള്ള കാര്യത്തിൽ അയാൾക്ക് സംശയമല്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ എന്ത് അനുഗ്രഹം ഉണ്ടായെങ്കിലും അത് നഷ്ടപ്പെടും എന്നുള്ള ഉറപ്പാണ്. ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകും, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിട്ടു പോകും, ഏതിലൊന്നും ഉണ്ടാവും. എന്നും നമുക്കത് അനുഭവിക്കാൻ ദുനിയാവിൽ സാധിക്കില്ല. എന്നാൽ സ്വർഗം അങ്ങനെയല്ല, ശാശ്വതമായിട്ട് അല്ലാഹു ഒരുക്കിയിട്ടുള്ള അനുഗ്രഹമാണ് സ്വർഗം എന്നുള്ളത്. ഇങ്ങനെ ധാരാളം ആയത്തുകൾ സ്വർഗം ലഭിക്കാൻ ഈമാനും അമലുസ് സാലിഹാത്തുകളും വേണം എന്നതിനെ അറിയിക്കുന്നുണ്ട്. ഈ സ്വർഗത്തിൻ്റെ ചില പേരുകളാണ് ആദ്യം നമ്മൾ പറയുന്നത്. സ്വർഗത്തിൻ്റെ ചില പേരുകൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് ദാറുസ്സലാം, എല്ലാവിധ രക്ഷയുമുള്ള ഭവനം എന്ന് സൂറത്തുൽ അൻആമിലെ 127-ാമത്തെ ആയത്തിലും അതുപോലെ മറ്റു ചില ആയത്തുകളിലും അതിനെ അറിയിക്കുന്നുണ്ട്. മറ്റൊരു പേര് ജന്നത്തുൽ മഅ്വ, സൂറത്ത് സജ്ദയിലെ 19-ാമത്തെ ആയത്തിൽ ആ ഒരു ആശയത്തെ അല്ലാഹു തആല അറിയിക്കുന്നുണ്ട്. ഞാൻ ആയത്ത് മുഴുവൻ പാരായണം ചെയ്യുന്നില്ല, കാരണം കുറേ സമയം അങ്ങനെ എടുക്കേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അടുത്തത് ദാറുൽ ഖുൽദ്. ദാറുൽ ഖുൽദ് എന്ന് സൂറത്തുൽ ഫുർഖാനിലെ 15-ാമത്തെ ആയത്തിൽ ജന്നത്തുൽ ഖുൽദ് എന്നുള്ള പേരിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ദാറുൽ മുഖാമ, സൂറത്ത് ഫാത്തിറിലെ 34-35 ആയത്തുകളിൽ സ്വർഗത്തെ പറ്റി പറയുന്നിടത്ത് 35-ാമത്തെ ആയത്തിൽ ആ പേര് പറഞ്ഞിട്ടുണ്ട്. ജന്നത്തു അദിൻ എന്നുള്ളത് സൂറത്ത് സ്വാദിലെ 50-ാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു പേരാണ്, ജന്നത്തു അദിൻ എന്നുള്ള പേര്. ദാറുൽ ഖുൽദ് എന്നൊക്കെ പറഞ്ഞാൽ ശാശ്വതമായിട്ടുള്ള ഭവനം, ജന്നത്തുൽ മഅ്വ എന്ന് പറഞ്ഞാൽ മടങ്ങിച്ചെല്ലാനുള്ള സ്വർഗം, അങ്ങനെയുള്ള അർത്ഥങ്ങൾ. ദാറുൽ ഹയവാൻ എന്ന പേരിൽ സൂറത്തുൽ അൻകബൂത്തിലെ 64-ാമത്തെ ആയത്തിൽ ആ സ്വർഗത്തിലാണ് നിത്യജീവിതമുള്ളത് എന്ന ആശയത്തിൽ വന്നിട്ടുണ്ട്. ജന്നത്തുൽ ഫിർദൗസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജന്നാത്തുൻ നഈം സൂറത്തുൽ ലുഖ്മാനിലെ 8-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അൽ മഖാമുൽ അമീൻ എന്ന് സൂറത്തു ദുഖാനിലെ 51-ാമത്തെ ആയത്തിൽ. ഇതെല്ലാം സ്വർഗത്തിൻ്റെ വ്യത്യസ്ത വിശേഷണങ്ങളും അതിൻ്റെ പേരുകളുമാണ്. ചുരുക്കം എല്ലാവിധ രക്ഷയുമുള്ള, ശാശ്വതമായിട്ടുള്ള, എല്ലാവിധ അനുഗ്രഹവുമുള്ള, നിലനിൽക്കുന്നതായിട്ടുള്ള ഭവനമാണ് സ്വർഗം എന്നറിയിക്കുന്ന പേരുകളാണ് ഈ പേരുകളെല്ലാം വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള പേരുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എവിടെയാണ് സ്വർഗമുള്ളത്? സ്വർഗം എവിടെയാണ് നിലനിൽക്കുന്നത്? അതിന് മുമ്പ് മനസ്സിലാക്കണം, സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്വർഗവും നരകവും എന്തുണ്ട്? സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ, പഠിച്ച ആളുകൾ വിശ്വസിക്കുന്നത് വിചാരണയ്ക്ക് ശേഷം അള്ളാഹു സൃഷ്ടിക്കുകയുള്ളൂ സ്വർഗത്തെയും നരകത്തെയും എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം സ്വർഗം കണ്ടതും നരകം കണ്ടതും ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു വന്നിട്ടുണ്ട്. അതുപോലെ പല രീതിയിലും സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. സ്വർഗം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൻ നജ്മിലെ 13 മുതൽ 15 വരെയുള്ള ആയത്തിൽ വലഖദ് റആഹു നസ്ലതൻ ഉഖ്റാ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅ്വ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തവണ കണ്ടിട്ടുള്ളത് സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ചിട്ടാണ്. സിദ്റത്തുൽ മുൻതഹയാണെങ്കിലോ ഇൻദഹാ ജന്നത്തുൽ മഅ്വ, അതിനടുക്കലാണ് സ്വർഗമുള്ളത്. സിദ്റത്തുൽ മുൻതഹ എന്നുള്ളത് വേറെ ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
വിശദീകരിച്ച് പറഞ്ഞുകൊണ്ട് 7-ാം ആകാശത്തിൻ്റെ ഏറ്റവും അവസാനത്തിലുള്ള ഒരു വൃക്ഷമാണെന്ത് സിദ്റത്തുൽ മുൻതഹ എന്നുള്ളത്. അതൊരു പരിധിയാണെന്നാണ്. അതിനപ്പുറത്തേക്ക് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും പ്രവേശനമല്ല. അതിനപ്പുറത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിധിയാണ്. അങ്ങോട്ടേക്ക് ആർക്ക് പോലും പ്രവേശനമല്ല, ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് പോലും പ്രവേശനമല്ല. ആകെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അത് കടന്നിട്ട് എന്ത് പോയിട്ടുള്ളത്, അതിന് മുകളിലേക്ക് പോയിട്ടുള്ളത്, ഇസ്രാ മിഅ്റാജ് യാത്രയിലെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ സിദ്റത്തുൽ മുൻതഹ 7-ാം ആകാശത്തിൻ്റെ ഏറ്റവും മുകളിലാണ്, അതിൻ്റെ അടുക്കലാണ്, അതിൻ്റെ മുകളിലാണ് സ്വർഗം എന്ന് ഈ ആയത്തിൽ വന്നിട്ടുണ്ട്. അതുപോലെ ആകാശത്തിലാണ് അല്ലെങ്കിൽ ആകാശത്തിൻ്റെ മുകളിലാണെന്ന് അറിയിക്കുന്ന സൂറത്തു ദാരിയാത്തിലെ 22-ാമത്തെ ആയത്തിൽ വഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ, സ്വർഗത്തിലാണ് അല്ലെങ്കിൽ ആകാശത്തിലാണ് നിങ്ങളുടെ ഉപജീവനവും അഥവാ അള്ളാഹുവിൻ്റെ അടുക്കലാണ്, വമാ തുഅദൂൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടതും, അത് സ്വർഗമാണ് ഉദ്ദേശിക്കുന്നത്, ആകാശത്തിലാണ് വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിർദൗസിനെ നിങ്ങൾ ഫഇദാ സഅൽതുമുല്ലാഹ ഫസലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കുമ്പോൾ ഫിർദൗസിനെ ചോദിക്കുക എന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു ഔസതുൽ ജന്ന വഅലൽ ജന്ന, അതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള മധ്യത്തിലുള്ള ഉയർന്നിട്ടുള്ള ഭാഗം. വഫൗഖഹു അർശു റഹ്മാൻ, അതിന് മുകളിലാണ് എന്തുള്ളത്, റഹ്മാനായ റബ്ബിൻ്റെ അർശുള്ളത്. വമിൻഹു തഫജ്ജറു അൻഹാറുൽ ജന്ന, അവിടെ നിന്നാണ് സ്വർഗത്തിലെ അരുവികൾ ഒഴുകുന്നത്, പൊട്ടി ഒഴുകുന്നത് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അർശ് എവിടെയാണ്, ആകാശത്തിന് മുകളിലാണ്. വേറെ ദലീലുകളുണ്ട്. അതിനെല്ലാം കൊണ്ടും സ്വർഗം 7 ആകാശത്തിന് മുകളിലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് കാണാം. നരകത്തെ സംബന്ധിച്ച് അസറുകളുടെ അടിസ്ഥാനത്തിൽ നരകം എവിടെയാണ് കൃത്യമായൊരു ഹദീസ് വന്നിട്ടില്ല. ചില സഹാബികളുടെ അസറുകളുടെ അടിസ്ഥാനത്തിൽ അർദുസ്സുഫല, ഏറ്റവും താഴെയുള്ള ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലാണ് നരകമുള്ളത്. അന്ത്യനാളിൽ അതിനെ മലക്കുകൾ വലിച്ച് കൊണ്ടുവരും ആകാശലോകത്തേക്ക് എന്നാണ് ചില അസറുകളുടെ അടിസ്ഥാനത്തിലുള്ളത്. ഖിലാഫുണ്ട്. ചില പണ്ഡിതന്മാർ ഇസ്രാ മിഅ്റാജിൽ സ്വർഗവും നരകവും കണ്ടു എന്നുള്ള ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ആകാശത്തിലാണുള്ളത് എന്നുള്ള അഭിപ്രായവും പെട്ടിട്ടുണ്ട്. പക്ഷെ കൂടുതൽ പണ്ഡിതന്മാരും ഈ സഹാബികളുടെ അസറിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിക്ക് ഏറ്റവും അടിത്തട്ടിലാണ് നരകം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വർഗത്തിൻ്റെ കവാടങ്ങളുടെ എണ്ണം, സ്വർഗത്തിന് കവാടങ്ങളുണ്ട്. ആ സ്വർഗത്തിൻ്റെ കവാടങ്ങളുടെ എണ്ണം 8 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാം, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ ഫിൽ ജന്നതി 8 അബ്വാബിൻ, സ്വർഗത്തിന് 8 കവാടങ്ങളാണുള്ളത്. ഫീഹ ബാബു യുസമ്മ റയ്യാൻ, അതിൽ ഒരു കവാടമാണ് റയ്യാൻ എന്ന് പേരുള്ളത്. ലാ യദ്ഖുലുഹു ഇല്ല സ്വാഇമൂൻ, നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന ഒന്ന്. അപ്പോൾ നോമ്പ് അധികമായി എടുക്കുന്ന, ഐച്ഛികമായ നോമ്പ് ധാരാളമായി എടുക്കുന്ന ആളുകൾക്ക് പ്രവേശിക്കാൻ സ്വർഗത്തിൽ റയ്യാൻ എന്നുള്ള ഒരു കവാടമുണ്ട്. അതുപോലെ ബാബുൽ ജിഹാദ് ഉണ്ട്, ജിഹാദ് ചെയ്യുന്നവർക്ക്. ബാബു സ്വതക്ക, സ്വതക്കയുടെ ആളുകൾ. ബാബു സ്വല, നിസ്കാരത്തിൻ്റെ ആളുകൾ. ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ കവാടങ്ങളുണ്ട്. 8 കവാടങ്ങൾ സ്വർഗത്തിനുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, വുദു എടുത്തതിന് ശേഷം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറയുന്നവന് ഇല്ലാ ഫുത്തിഹത് ലഹു അബ്വാബുൽ ജന്നത്തി 8, അപ്പോൾ 8 സ്വർഗത്തിൻ്റെ 8 കവാടങ്ങൾ തുറക്കപ്പെടുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് മനസ്സിലാക്കാം, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാം. അതിൻ്റെ ചില പേരുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നോമ്പുകാർക്കുള്ളതിന് റയ്യാൻ എന്നുണ്ട്. ജിഹാദിൻ്റെ ആളുകൾക്ക്, നിസ്കാരത്തിൻ്റെ ആളുകൾക്ക് ബാബു സ്വല ഉണ്ട്. ജിഹാദിൻ്റെ ആളുകൾക്ക് ബാബു എന്ന നിലക്കൊക്കെ 8 കവാടങ്ങൾ സ്വർഗത്തിന് വന്നിട്ടുണ്ട്. ഈ തരത്തിലുള്ള പേരുകളും അതിന് വന്നിട്ടുണ്ട്. ഇനി സ്വർഗത്തിൻ്റെ കവാടങ്ങളുടെ വിശാലത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിൽ പറയുകയുണ്ടായി, ലകമാ ബൈന മക്കത വഹജർ ഔ കമാ ബൈന മക്കത വബുസ്ര, മക്കയും ബുസ്രയും തമ്മിൽ, അല്ലെങ്കിൽ ഹജർ എന്ന വിദൂരത്തുള്ള വളരെ ഒരുപാട് ദിവസത്തെ വഴിയാത്ര ഉള്ള ഒരു അത്രയും വലിപ്പമുള്ള കവാടങ്ങളാണ് സ്വർഗത്തിനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അറിയിച്ചിട്ടുണ്ട്. 40 സന എന്ന് ചില ഹദീസിൽ കാണാം. മസീറത്തു 40 സന, 40 വർഷം യാത്ര ചെയ്യേണ്ട വഴിദൂരമുണ്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങൾക്ക് ഇടയിൽ എന്ന നിലക്കും ഹദീസുകളിൽ വന്നത് കാണാം. ഇനി ചില പ്രത്യേക ദിവസങ്ങളിലും സമയങ്ങളിലുമെല്ലാം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നതായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? യൗമുൽ ഇസ്നൈൻ വ യൗമുൽ ഖമീസ്,
തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുന്നതാണ്, അന്ന് അമലുകൾ ഉയർത്തപ്പെടുന്നതാണ് എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. തുഫ്തഹു അബ്വാബുൽ ജന്ന യൗമൽ ഇസ്നൈൻ വ യൗമൽ ഖമീസ്, ഈ 2 ദിവസങ്ങളിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുമെന്ന് വന്നിട്ടുണ്ട്. അതുപോലെ ഇദാ ദഖല റമളാൻ, റമളാൻ ആയിക്കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇദാ ദഖല റമളാൻ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും റമളാൻ ആയിക്കഴിഞ്ഞാൽ. അതുപോലെ തന്നെ വുദു എടുത്തു കഴിഞ്ഞ് നേരത്തെ നമ്മൾ വായിച്ച ഹദീസിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ള ആ വാക്ക് കലിമത്തു തൗഹീദ് ഷഹാദത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കഴിഞ്ഞാൽ, പരലോകത്ത് സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ കവാടങ്ങൾ അടയില്ല എന്നാണ്, പിന്നെ അത് അടച്ചു വെക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ല എന്ന്, അതെപ്പോഴും തുറന്നു കിടക്കുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക എന്ന് ചില ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ വിശദീകരിച്ച് കാണാം. കാരണം സൂറത്തു സ്വാദിലെ 50-ാമത്തെ ആയത്തിൽ കാണാം, ജന്നാത്തി അദിൻ മുഫത്തഹതൻ ലഹുമുൽ അബ്വാബ്, കവാടങ്ങൾ തുറക്കപ്പെട്ടതായ അവസ്ഥയിലുള്ള സ്വർഗം എന്ന് കാണാം. അപ്പോൾ അതിൻ്റെ കവാടങ്ങൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് അടക്കുന്ന അവസ്ഥയുണ്ടാവില്ല, വിചാരണ കഴിഞ്ഞ് മുഅ്മിനീങ്ങൾ കയറി കഴിഞ്ഞാൽ. ഇനി ആരാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ? ആരാണ് നാളെ പരലോകത്ത് ആദ്യമായി സ്വർഗത്തിൽ കയറുക? സംശയമില്ല, ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആതി ബാബൽ ജന്ന യൗമൽ ഖിയാമ ഫഅസ്തഫ്തിഹു, സ്വർഗത്തിൻ്റെ കവാടത്തിൻ്റെ അടുക്കൽ ഞാൻ അന്ത്യനാളിൽ വരികയും അത് തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ഫയഖൂലുൽ ഖാസിൻ, അപ്പോൾ കാവൽക്കാരൻ ചോദിക്കും, മൻ അൻത, നീ ആരാണ്? ഫഅഖൂൽ, ഞാൻ പറയും, മുഹമ്മദുൻ, മുഹമ്മദാണെന്ന് പറയും. ഫയഖൂൽ, കാവൽക്കാരൻ ചോദിക്കും, പറയും, ബിക ഉമിർതു ലാ അഫ്തഹു ലി അഹദിൻ ഖബ്ലക്, നിനക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തുറക്കാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, വേറൊരാൾക്കും വേണ്ടി ഞാനിത് തുറന്നിട്ടില്ല എന്ന് പറയും. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിക്കും. പിന്നെ ആരാണ് പ്രവേശിക്കുക? ഈ നബിമാർ കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിമാരും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്താണ് ആദ്യം പ്രവേശിക്കുന്നവർ. ഈ ഉമ്മത്ത് ആണ് ആദ്യം പ്രവേശിക്കുന്നവർ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഹ്നുൽ ആഖിറൂൻ അൽ അവ്വലൂന യൗമൽ ഖിയാമ, നമ്മൾ ഏറ്റവും അവസാനത്തെ സമൂഹമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിലാണ് എന്ത് സംഭവിക്കുക? ലോകാവസാനം, അന്ത്യനാൾ സംഭവിക്കുക. ഇനിയൊരു നബിയോ ഇനിയൊരു ഉമ്മത്തോ പ്രത്യേകമായ ഒരു ശാലത്തോടുകൂടി നിയോഗിക്കപ്പെടാനുണ്ടോ? ഇല്ല. ഈസാ നബി അലൈഹി സ്വലാം വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്ത് നടപ്പിലാക്കും. അതല്ലാതെ പുതിയൊന്നും വരാനില്ല, പുതിയൊരു ഉമ്മത്ത് വരാനില്ല. അപ്പോൾ അവസാനമുള്ള ഉമ്മത്ത് നമ്മളാണ്, പക്ഷെ സ്വർഗത്തിൽ ആദ്യം കിടക്കുന്നവരും നമ്മളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ഈ ഉമ്മത്തിൽ ആരാണ് ആദ്യം കിടക്കുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യം കിടക്കുക, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് ഹദീസിൽ കാണാം. അതുപോലെ തന്നെ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന ആളുകളിൽ, ആ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളിൽ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില ഹദീസുകൾ കാണാം. ഒന്ന്, നമ്മൾ കേട്ട് പരിചയിച്ചിട്ടുള്ള വിചാരണയില്ലാതെ പ്രവേശിക്കുന്ന 70,000 ആളുകൾ, അവർ ആദ്യത്തിൽ പ്രവേശിക്കുകയാണ്. കാരണം എന്താ? അവർക്ക് എന്തില്ല? വിചാരണ ഇല്ല, അവർക്ക് നേരെ പ്രവേശിക്കാൻ പറ്റും. അതുപോലെ തന്നെ സമ്പന്നരേക്കാൾ മുൻപിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. ഹദീസ് കാണാം, ഇന്ന ഫുഖറാ അൽ മുഹാജിരീന യസ്ബിഖൂന അൽ അഗ്നിയാ യൗമൽ ഖിയാമ ഇലൽ ജന്നതി ബി40 ഖരീഫൻ. 40 ഖരീഫ് എന്നുള്ള പദം എത്രയാണ്? അതൊരു വർഷമാണോ അതല്ല അവസാനമില്ലാത്തൊരു കണക്കില്ലാത്തൊരു എണ്ണമാണോ എന്നുള്ളത്. എന്തായാലും 40 എന്ന ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ര കാലം മുൻപ് മുഹാജിറുകളായ ദരിദ്രരായ മുഹാജിരീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും സമ്പന്നരായവരെക്കാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മുഹാജിറുകളെ പറ്റി മാത്രമല്ല, വേറൊരു ഹദീസിൽ പറഞ്ഞു, യദ്ഖുലു ഫുഖറാഉൽ മുസ്ലിമീന അൽ ജന്നത ഖബ്ല അഗ്നിയാഇഹിം ബിനിസ്ഫി യൗമിൻ ഔ 500 ആമിൻ. മുസ്ലിമീങ്ങളിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ സമ്പന്നരായിട്ടുള്ള ആളുകളെക്കാൾ ഒന്നെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതിയോളം, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി എന്ന കണക്കിൽ മുമ്പേ പ്രവേശിക്കും, അതല്ലെങ്കിൽ 100 വർഷത്തിന് മുൻപായിക്കൊണ്ട് അവർ പ്രവേശിക്കും. കാരണം എന്താണ്? സമ്പന്നർക്ക് വിചാരണ കൂടും. കാരണം അവർക്ക് അവരുടെ സമ്പത്തിൻ്റെ എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെയാണ് ചെലവഴിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിചാരണ ഉണ്ടാവും. ദരിദ്രർക്ക് എന്തുണ്ടാവില്ല? ആ ഒരു വിചാരണ കുറഞ്ഞു കിട്ടുന്ന അവസ്ഥയുണ്ടാവുക. അപ്പോൾ ആ നിലക്ക് ആദ്യത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ ദരിദ്രരായ ആളുകൾ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ മുഖം? എങ്ങനെയായിരിക്കും ആ വിശേഷണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്, ഖുർആനിലെ ആയത്തിലുണ്ട്. വെളുത്തിട്ടുള്ള ബൈളാഹ്, വെളുത്തിട്ടുള്ള
നാഇമത്തായിട്ടുള്ള, തുടുത്തിട്ടുള്ള, നാളിറത്തായിട്ടുള്ള, പ്രകാശപൂരിതമായിട്ടുള്ള, മുസ്ഫർ പറഞ്ഞാൽ സന്തോഷം നിറഞ്ഞ പ്രകാശിക്കുന്ന, വാഹിക്കത്തായിട്ടുള്ള, ചിരിക്കുന്ന, ആ ഒരു മുസ്തബ്ശിറത്തായിട്ടുള്ള സന്തോഷം കൊണ്ട് ചിരിക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന, പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ മുഖമുണ്ടാവുക എന്ന്. ഇപ്പൊ ഖുർആനിൽ തന്നെ സൂറത്ത് ആലി ഇമ്രാനിലെ 107-ാമത്തെ ആയത്തിൽ വമ്മല്ലദീന ബിയദ്ദത് വുജൂഹുഹും, മുഖം വെളുത്തിട്ടുള്ള ആളുകൾ എന്ന് കാണാം. വുജൂഹു യൗമഇദിൻ നാഇമ, സൂറത്തുൽ ഗാശിയയിൽ കാണാം തുടുത്ത മുഖം ആയിട്ടുള്ള ആളുകൾ. വുജൂഹു യൗമഇദിൻ നാദിറ, പ്രകാശിക്കുന്ന മുഖം, സൂറത്തുൽ ഖിയാമയിൽ കാണാം. അതുപോലെ തന്നെ വുജൂഹുഹും നദ്റത്തുൻ ഫീ വുജൂഹിഹിം നദ്റത്തുൻ നഈം എന്നുള്ളത് നദ്റത്തുൻ നഈം സൂറത്തുൽ മുത്തഫിഫീനിൽ കാണാൻ, അനുഗ്രഹം ലഭിച്ചതിൻ്റെ ഫലമായിട്ടുള്ള ഒരു പ്രകാശം അവരുടെ മുഖത്തുണ്ടാകും. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാണ്, ആദ്യം പ്രവേശിക്കുന്ന ആളുകളുടെ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ മുഖം അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്ന അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദർ, ആദ്യം സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗം അവരുടെ മുഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ നിലാവുള്ള ഒരു രാത്രിയിൽ ചന്ദ്രൻ എത്ര പ്രകാശിക്കുന്നുവോ അതുപോലെയുള്ള പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. വല്ലദീന അലാ ആസാരിഹിം കഅഹ്സനി കൗകബിൻ ദുരീം ഫിസ് സമാഇ ഇളാഅതൻ, പിന്നെ ദറജ കുറഞ്ഞുകൊണ്ട് പിന്നീടായി പ്രവേശിക്കുന്ന ആളുകൾ അതിന് താഴെയുള്ള നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത് പോലെ അവർ അങ്ങനെയായിരിക്കും അവരുടെ മുഖമുണ്ടാവുക. ഏറ്റവും പ്രകാശിക്കുന്ന അവസ്ഥയിലായിരിക്കും സ്വർഗത്തിൽ ആളുകൾ ഉണ്ടാവുക. ഇനി സ്വർഗത്തിൽ ധാരാളം ദറജകളുണ്ട്. സ്വർഗമെന്ന് പറഞ്ഞാൽ ഒരവസ്ഥയല്ല. ദുനിയാവിൽ ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനത്തിൽ അവിടെ ധാരാളം ദറജകളിലായിക്കൊണ്ടാണ് സ്വർഗത്തിൽ ആളുകൾ ഉണ്ടാവുക എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. ഖുർആനിൽ വന്ന ചില ആയത്തുകളാണ് സൂറത്തുൽ ഇസ്രായിലെ 21-ാമത്തെ ആയത്ത്, അതുപോലെ സൂറത്തുൽ ത്വാഹയിലെ 75-ാമത്തെ ആയത്തിൽ കാണാം, വമൻ യഅ്തിഹി മുഅ്മിനൻ ഖദ് അമിലസ് സാലിഹാത്ത് ഫഉലൈക ലഹും ദറജാതുൽ ഉലാ, ഈമാനും സൽക്കർമ്മങ്ങളും ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് ഉന്നതമായ ദറജകളുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഓരോരുത്തരും കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ദറജകളിലായിരിക്കും എന്ന് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്, ഇന്ന അഹ്ലൽ ജന്നതി യതറാഊന അഹ്ലൽ ഗുറഫി മിൻ ഫൗഖിഹിം, സ്വർഗത്തിൽ കിടന്ന ആളുകൾ തന്നെ സ്വർഗത്തിൽ അഹ്ലുൽ ഗുറഫ ആയിട്ടുള്ള അഥവാ പ്രത്യേകമായ സ്ഥാനത്ത് എത്തിയിട്ടുള്ള ആളുകൾ അവരെ കാണുന്നതാണ്. ഏതുപോലെ? ആകാശത്തെ നക്ഷത്രങ്ങളെ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ. സ്വർഗത്തിൽ ഒരു ദർജ ഉണ്ടാവും, അതിൽ മുകളിൽ നമ്മളിവിടെ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ അഹ്ലുൽ ഗുറഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഉന്നതരായിട്ടുള്ള ആളുകളാണ്. ആ ആളുകൾക്ക് ഉള്ള ആ സ്ഥാനം അള്ളാഹുവിനും റസൂലിനെ സത്യപ്പെടുത്തിയ സൽക്കർമ്മങ്ങൾ ചെയ്ത് കൂടുതൽ മുന്നേറിയിട്ടുള്ള ആളുകൾ അവരെ നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ കാണും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ, സ്വർഗത്തിൽ 100 ദറജകളുണ്ട്, ഓരോ ദർജവും ആകാശഭൂമികളോളം വിശാലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വർഗം എന്നുള്ളത് വ്യത്യസ്തമായ ദറജകളിൽ നിലകൊള്ളുന്ന, ഒരൊറ്റ ദർജയിൽ മാത്രം നിൽക്കുന്ന ഒന്നല്ല, വ്യത്യസ്തമായ ദർജകൾ സ്വർഗത്തിനുണ്ട് എന്ന് ഹദീസുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു. ഇനി സ്വർഗത്തിലെ ഏറ്റവും വലിയ ദർജ എന്താണ്? ഏറ്റവും ഉന്നതമായത് എന്താണ്? നമ്മൾ നേരത്തെ ഹദീസിൽ പറഞ്ഞെന്താണ്? ഫിർദൗസ്. ഫിർദൗസ് എന്നുള്ളതാണ് അർശിന് തൊട്ട് താഴെയായിട്ടുള്ള ആ 100 ദർജകൾ ഉണ്ട് എന്ന് പറഞ്ഞ ഹദീസിലാണ് ബാക്കി പറയുന്നത്, ഫൈദാ സഅൽതുമുല്ലാഹ ഫസ്അലു അൽ ഫിർദൗസ്, ജന്നത്തുൽ ഫിർദൗസിനെ ചോദിക്കുക. അത് അർശിന് താഴെയുള്ളതാണ്, സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ അവസ്ഥയാണ്, ഏറ്റവും മഹത്തരമായിട്ടുള്ള അവസ്ഥയാണ് ഫിർദൗസ്. അപ്പോൾ നമുക്ക് ഭയങ്കര ഹിമ്മത്തുൽ ആലി ഉണ്ടാവണം, അഥവാ ഉന്നതമായ അഭിലാഷങ്ങൾ ഉണ്ടാകും. ഒരിക്കലും നമ്മൾ ചോദിക്കുമ്പോൾ അള്ളാഹുവിനോട് എങ്ങനെ ചോദിക്കണം? ഏറ്റവും വലുതിനെ ചോദിക്കണം. നമുക്ക് കഴിയുമല്ലേ എന്നുള്ളതല്ല, ചോദിക്കുമ്പോൾ എന്ത് ചോദിക്കണം? ഏറ്റവും വലുതിനെ ചോദിക്കാൻ നമ്മൾ ശീലിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിർദൗസിനെ ചോദിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒരു മൻസിലത്ത്, ഒരു സ്ഥാനം നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സ്ഥാനത്തിന്റെ പേരാണ് അൽ വസീലത്തു എന്ന് പറയുന്നത്. എന്താണ് അൽ വസീലത്തു? അതാർക്കാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണുള്ളത്. നമ്മൾ ഓരോ ബാങ്കിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസീലത്ത് നൽകണമേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോരുത്തരും ബാങ്ക് കേൾക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വലാത്ത് ചൊല്ലിയതിനു ശേഷം സുമ്മ സലുല്ലാഹ ലി അൽ വസീല, എനിക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചോദിക്കണം?
വസീലത്തിനെ ചോദിക്കണം. എന്നിട്ട് പറഞ്ഞു ഫഇന്നഹ മൻസിലത്തുൻ ഫിൽ ജന്ന ലാ തൻബഗി ഇല്ലാ ലിഅബ്ദിൻ മിൻ ഇബാദില്ലാഹ് വഅർജു അൻ അകൂന അന ഹുവ. അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്, അത് ഒരടിമയ്ക്കേ കിട്ടുള്ളൂ, ഞാനതാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണത്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അത് തേടിയാൽ, വസീല തേടിയാൽ ഫമൻ സഅലനി അൽ വസീല ഹല്ലത് ലഹു ശഫാഅ, അവന് ശഫാഅത്ത് ഉണ്ട്, നിർബന്ധമാണ് എന്ന് പറഞ്ഞു. ഇനി സ്വർഗത്തിലെ ഉന്നതമായ മൻസിലത്ത് പറഞ്ഞല്ലോ. സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന മൻസിലത്ത്, ഏറ്റവും അവസാനത്തിലുള്ള മൻസിലത്തിന്റെ അവസ്ഥ എന്താണ്? മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഹദീസാണ്. മുസാ നബി അലൈഹി ഇസ്ലാം പറയാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചുള്ള ഹദീസാണ്. സഅല മൂസ റബ്ബഹു, മുസാ നബി അലൈഹി ഇസ്ലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു, മാ അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസിലതൻ, ഏറ്റവും വലിയ മൻസിലത്ത് എന്താണ്? അൽ വസീലത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളതാണ്. ഏറ്റവും താഴ്ന്ന മൻസിലത്ത് ഏതാണ് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ചോദിച്ചു. അപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഹുവ റജുലുൻ യജീഉ ബഅദമാ ഉദ്ഖില അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികളൊക്കെ സ്വർഗത്തിൽ കയറിയതിന് ശേഷം വരുന്നൊരു വ്യക്തിയാണ്, അയാൾക്കാണ് ഏറ്റവും താഴ്ന്ന, അഥവാ അവസാന നരകത്തിൽ നിന്ന് വരുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആള്. ഈമാൻ ഉണ്ടാകും, എന്നാൽ പാപങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നരകത്തിൽ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞ് അവസാനമായിട്ട് കരിക്കട്ട രൂപത്തിലെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. പിന്നെ മാ ഉൽ ഹയാ, ഈ നെഹ്റുൽ ഹയാത്തിൽ മുങ്ങി വീണ്ടും നല്ല ശരീരത്തോടു കൂടി വന്ന് അവസാനം വരുന്ന ആളാണ്. അങ്ങനെ അയാൾ സ്വർഗത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ ഫയുഖാലു ലഹു, അയാളോട് പറയപ്പെടും ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗത്തിൽ കയറിക്കോ എന്ന് പറയും. ഫയഖൂൽ, അപ്പോൾ അയാൾ തിരിച്ചു പറയും, ഐ റബ്ബി, എൻ്റെ റബ്ബേ, കൈഫ, എങ്ങനെയാണ് ഈ സ്വർഗത്തിൽ പ്രവേശിക്കുക? വഖദ് നസല അന്നാസു മനാസിലഹും വഅഖദു അഖദാതിഹിം, ആളുകളെല്ലാം സ്വർഗത്തിൽ എന്തായി, അവരുടെ സ്ഥാനത്തെത്തി, അവർക്കുള്ളതൊക്കെ എടുത്തു, ഇനി സ്വർഗത്തിൽ ഞാൻ എന്ത് പോകാനാണ്, എനിക്ക് എന്ത് കിട്ടാനാണെന്ന് നിലക്ക് ചോദിക്കും. ഫയുഖാലു ലഹു, ആ വ്യക്തിയോട് അള്ളാഹു ചോദിക്കും, അതർള അൻ യകൂന ലക മിസ്ലു മുൽക്കി മലികിൻ മിൻ മുലൂക്കി ദുനിയ, ദുനിയാവിലെ രാജാക്കന്മാരിൽ ഒരു രാജാവിനുള്ള അധികാരം എത്രയാണോ അത്ര നിനക്ക് മതിയോ എന്ന് ചോദിക്കും. അത് കിട്ടിയാൽ നിനക്ക് തൃപ്തിയാവും ചോദിക്കും. ഫയഖൂൽ റളീതു, അയാൾ പറയും, മതി റബ്ബേ, ഞാൻ തൃപ്തിപ്പെടും, റളീതു റബ്ബി എന്ന് പറയും. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല തിരിച്ചു പറയും, ലക ദാലിക, നിനക്കതുണ്ടാകും, ദുനിയാവിലെ ഒരു രാജാവിൻ്റെ അത്ര ഉണ്ടാകും. വമിസ്ലുഹു 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 വമിസ്ലുഹു, അതിൻ്റെ 4 ഇരട്ടി ഉണ്ടാകും എന്ന് അല്ലാഹു തആല പറയും. ഫഖാല ഫിൽ ഖാമിസ, അഞ്ചാമത് പറയുന്നതിന് മുമ്പ് അവൻ പറയും, റളീതു റബ്ബി, റബ്ബേ, ഞാൻ തൃപ്തിപ്പെട്ടു. കാരണം നരകത്ത് കടന്നിട്ട് എല്ലാ ശിക്ഷ അനുഭവിച്ചിട്ടാണ് വരുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ആലോചിച്ച് നോക്കി, അയാൾ തൃപ്തിപ്പെട്ടു പറയും. ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല വീണ്ടും പറയും, ഹാദാ ലക്, ഇത് നിനക്കുണ്ട്. വആശറതു അംസാലിഹി, ഇതിൻ്റെ 10 ഇരട്ടിയുണ്ട്, ഇതിൻ്റെ 10 ഇരട്ടിയുണ്ട്. അവിടെ നിർത്തിയില്ല. വലക മസ്തഹത് നഫ്സുക് വലദ്ദത് ഐനുക്, നിന്റെ മനസ്സ് എന്താഗ്രഹിച്ചാലും, നിന്റെ കണ്ണിന് കൺകുളിർമയായിട്ടുള്ള എന്ത് കാര്യമുണ്ടെങ്കിലും അതെല്ലാം നിനക്ക് അവിടെ ഉണ്ടാകും. ഫയഖൂൽ റളീതു റബ്ബി, അയാൾ പറയും, വീണ്ടും പറയും, റബ്ബേ, എനിക്കത് മതി, അത് മതി എന്ന് പറയും. ഖാല റബ്ബി, അപ്പോൾ പിന്നെ റളീതു റബ്ബി പറയും. പിന്നെ മൂസാ നബി അലൈഹി സ്വലാം വീണ്ടും ചോദിക്കുന്നുണ്ട്, ഫഅലാഹും മൻസിലതൻ, അപ്പോൾ ഉന്നതമായൊരു സ്ഥാനം ഉണ്ട് പറഞ്ഞല്ലോ, വസീല ഉണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലാത്ത സ്ഥാനങ്ങളിൽ ഉന്നതമായത് ഏതാ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു തആല പറയും, ഖാല ഉലൈക അല്ലദീന അറദ്തു ഗറസ്തു ഖറാമതഹും ബിയദി, ഞാൻ എൻ്റെ കൈകൊണ്ട് ഒരുക്കിയിട്ടുള്ള ആ ചില അനുഗ്രഹങ്ങൾ ആണ് അവർക്കുള്ളത്, മറ്റുള്ള മനുഷ്യർക്ക് ഉന്നതമായ ദർജയിൽ എത്തിയാൽ കിട്ടുന്നത്. വഖതംതു അലൈഹ, ഞാനത് മൂടി വെച്ചിരിക്കുകയാണ്, ഒരാൾക്കും കാണാൻ പറ്റാത്ത രീതിയിൽ, അറിയാൻ പറ്റാത്ത രീതിയിൽ സീൽ വെച്ചിട്ടുള്ളതാണ്, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് പറയാണ്, ഫലം തറ ഐനുൻ വലം തസ്മഅ ഉദുനുൻ വലം യഖ്തുർ അലാ ഖൽബി ബശരിൻ, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഇനി മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് അവന് ചിന്തിക്കാൻ പറ്റുന്ന എത്ര ചിന്തിച്ചാലും അപ്പോൾ പോലും ചിന്തിച്ചെത്താൻ പറ്റാത്ത അത്ര അനുഗ്രഹങ്ങളാണ് അവർക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട്. ഒന്ന് ആലോചിച്ച് നോക്കിയും, സുബ്ഹാനല്ലാഹ്. അതായത് നമ്മളിപ്പോൾ ദുനിയാ ആസ്വാദനങ്ങളുടെ നമുക്ക് എത്ര ആഗ്രഹിക്കുക, അല്ലെങ്കിൽ എത്ര ആലോചിക്കുക, എത്ര സങ്കല്പിക്കുക, ആ സങ്കല്പിച്ചാൽ പോലും എത്തിച്ചേരാൻ സാധിക്കാത്ത അത്ര അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. ഉന്നതമായ മൻസിലത്തിലുള്ളവരുണ്ട്, താഴ്ന്ന മൻസിലത്തിലുള്ളവരുണ്ട്, അതിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്. ഇനി സ്വർഗത്തിൽ സുഫൂഫുകളുണ്ട്, സൊഫുകളുണ്ട്.
ആളുകൾ സൊഫുകളിലായിട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹ്ലുൽ ജന്നതി 20 വ 100 സഫൻ 80 മിൻഹാ മിൻ ഹാദിഹിൽ ഉമ്മ വ 40 മിൻ സാഇരിൽ ഉമം. സ്വർഗാവകാശികൾ 120 സഫുകളായിട്ടാണ് ഉണ്ടാവുക. സ്വർഗാവകാശികളെ അണിനിരത്തുമ്പോൾ 120 സഫുകളായിട്ടാണ് ഉണ്ടാവുക. അതിൽ 80 സഫും എന്തായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലുള്ളവരായിരിക്കും. ബാക്കി 40 സഫാൻ ആരുണ്ടാവുക? പുറത്തുള്ള മറ്റുള്ള ഉമ്മത്തുകൾ ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. ഇനി സ്വർഗത്തിന്റെ വ്യാപ്തിയെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കാണാം. എന്താണ് സ്വർഗത്തിന്റെ വ്യാപ്തി? അർദുഹാ കഅർളിസ് സമാഇ വൽ അർദ്. ആകാശഭൂമികളെക്കാൾ വിശാലമായിട്ടുള്ള അത്ര വിശാലതയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വ്യാപ്തി അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് ഈ ആകാശം ഭൂമി എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഭൂമി നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഏകദേശം കുറേ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുള്ള കുറേ രൂപവും ചിത്രമൊക്കെ വെച്ച് അതിൻ്റെ വലിപ്പമൊക്കെ ഒരു കണക്കൂട്ടും. ആകാശം എന്നുള്ളത് ഒന്നാം ആകാശമായി കണക്കൂട്ടാൻ പറ്റുന്നതിൻ്റെ തന്നെ വളരെ ചെറുത് മാത്രമേ എന്തിട്ടുള്ളൂ, മനുഷ്യൻ ഉണ്ട് എന്നെങ്ങനും കണ്ടുപിടിച്ചിട്ട് തന്നെ ഉള്ളൂ. അപ്പം അതിനേക്കാൾ എത്രയോ ഇരട്ടി, കോടിക്കണക്കിന് ഇരട്ടി വലുപ്പത്തിൽ അവിടെ ആകാശലോകം അവിടെ ഉണ്ട് എന്നാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, അതിനേക്കാളൊക്കെ വിശാലമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ഒരുക്കിയിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. ഇനി സ്വർഗം ഒരു സ്വർഗമാണോ അതോ ഒരുപാട് സ്വർഗങ്ങളുണ്ടോ? സ്വർഗത്തിന്റെ എണ്ണം എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, സ്വർഗം എന്നുള്ളത് ഒന്നല്ല, അതിൻ്റെ അകത്ത് ഒരു സ്വർഗം മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് ദറജകളല്ലാതെ തന്നെ ഒരുപാട് തരത്തിലുള്ള സ്വർഗമുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. ഖുർആനിലെ ആയത്തുകളിലും ജന്നാത്തിൻ തജ്രി, സ്വർഗങ്ങൾ എന്നുള്ള ജംഇന്റെ പ്രയോഗം വന്നിട്ടുണ്ട്. ഇതിനെ പണ്ഡിതന്മാർ മൊത്തമായിട്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിലൊക്കെ മടക്കിയിട്ടുള്ളത് 2 അടിസ്ഥാനത്തിൻ്റെ മേലെയാണ്. അതായത് 2 സ്വർഗങ്ങൾ സ്വർണം കൊണ്ടുള്ളതും 2 സ്വർണം നിറഞ്ഞിട്ടുള്ളതും 2 സ്വർഗങ്ങൾ വെള്ളി നിറഞ്ഞിട്ടുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനപ്പുറത്തേക്കുള്ളത് അല്ലാഹു അഅലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ജന്നതാനി മിൻ ഫിദ്ദ ആനിയതുഹുമാ വമാ ഫീഹാ വജന്നതാനി മിൻ ദഹബിൻ ആനിയതുഹുമാ വമാ ഫീഹാ. 2 വെള്ളി കൊണ്ടുള്ള സ്വർഗമുണ്ട്, അതിനകത്ത് അതിൻ്റെ ഉപകരണങ്ങളും എല്ലാം വെള്ളി കൊണ്ട് തന്നെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്വർണം കൊണ്ടുള്ളതുണ്ട്, അതിനകത്തുള്ള ഉപകരണങ്ങളെല്ലാം സ്വർണം കൊണ്ടായിട്ടുള്ളത്. കാരണം മനുഷ്യൻ ആദ്യകാലം മുതൽ ഇന്ന് വരെ മൂല്യവത്തായിട്ടുള്ള വസ്തുവായിട്ട് കാണുന്ന കാര്യം എന്താണ്? സ്വർണ്ണമാണ്. മനുഷ്യന്റെ മൊത്തം സാമ്പത്തിക സ്ഥിതിയുടെ നിലനിൽപ്പിന് എന്തിൻ്റെ മേലെയാണ്? സ്വർണത്തിന്റെ മേലെയാണ്. കാരണം നമ്മുടെ പണത്തിന്റെ മൂല്യമൊക്കെ സ്വർണത്തിന്റെ മേലെ കണക്കൂട്ടുക. സ്വർണത്തിന്റെ മൂല്യത്തിന്റെ മേലെയാണ് പണത്തിന്റെ മൂല്യം മാറിക്കളിക്കുന്നത്. അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് സക്കാത്തൊക്കെ പറയുമ്പോൾ സ്വർണത്തിന്റെ ഇതിൽ പറയുന്നത്, പണമാണെങ്കിലും സ്വർണത്തിന്റെ മൂല്യത്തിൽ പറയുന്നത്. അപ്പോൾ അത് ഈ ഭൂമിയുടെ സാമ്പത്തിക സ്ഥിതിയുടെ നിലനിൽപ്പാണ് സ്വർണവും വെള്ളി എന്നുള്ളത്. രണ്ടും അതുപോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തികമായൊരവസ്ഥ സ്വർണം കൂടുതലുണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായി ആലോചിച്ച് നോക്കി. നമുക്ക് കേൾക്കുമ്പോൾ ഇതൊക്കെ എന്താ സ്വർണം കൊണ്ട് എന്തിനാ അപ്പോൾ ഇത്, അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു പോകും. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരാൾക്ക് കുറേ സ്വർണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ അയാളെ എങ്ങനെ കാണുക? അയാളെ കുറിച്ച് നമുക്ക് എന്താ ചിന്ത ഉണ്ടാവുക? അല്ലെങ്കിൽ സ്ത്രീകൾ കുറേ സ്വർണ്ണമുള്ള ഒരു സ്ത്രീകളുടെ ഇടയിൽ എന്താണ് കുറച്ചുകൂടി അവർക്കൊരു പദവി സ്ഥാനം പോലുള്ളതാണ്. ഇതെല്ലാം സ്വർണം കൊണ്ട് ഉണ്ടാകുന്ന ഒരവസ്ഥ. ഒരാൾ ഈ ദുനിയാവിൽ ഒരാൾ സമ്പത്തിന്റെ വലിയ ആധിക്യം കാണിക്കാൻ പിന്നെന്തുണ്ടാവും? എല്ലാം സ്വർണം കൊണ്ടൊക്കെ ചെയ്യും. സ്വർണം കൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കുക, അത് കാണിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് മനുഷ്യനെ ആഗ്രഹമുള്ള കാര്യം എന്താണോ അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. ഇനി സ്വർഗത്തിൽ ആളുകളെ സ്വീകരിക്കുന്ന അവസ്ഥ, മലക്കുകളാണ് സ്വർഗത്തിലേക്ക് മനുഷ്യരെ സ്വീകരിക്കുക. നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള ഒരു വിഷയമാണ്, മലക്കുകളാണോ മുഅ്മിനായിട്ടുള്ള ഒരു മനുഷ്യനാണോ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുള്ളത് എന്ന്. മലക്കുകൾക്കാണോ സത്യവിശ്വാസിയായിട്ടുള്ള മനുഷ്യനാണോ? അതിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാകുന്നത്, ദുനിയാവിൽ മനുഷ്യന്മാരുള്ള സമയത്ത്, ജീവിക്കുന്ന സമയത്ത് മലക്കുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഇക്റാമുള്ളത്. കാരണം എന്താ? മനുഷ്യൻ എപ്പോൾ ആണെങ്കിലും പാപം ചെയ്യാം, മറ്റു കാര്യങ്ങൾ ഉണ്ടാകുമൊക്കെ ഉണ്ടാവാം. മലക്കുകൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എന്നാൽ മരണപ്പെട്ട് ഈമാൻ തെളിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ മലക്കുകൾ പിന്നെ ആരാണ്? മനുഷ്യർക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ആളുകളാണ്. സ്വർഗത്തിൽ മനുഷ്യർക്ക് ഖിദ്മത്ത് ചെയ്യുമാര്?
മലക്കുകൾ. അപ്പോൾ ആ സ്വർഗാവകാശികളായ മനുഷ്യരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ആദരവുള്ളത് എന്ന് സ്വഹാബികൾ അസറിലും കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനായ ഒരു സത്യവിശ്വാസിയാണ് മലക്കുകളെക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരവുള്ളത് എന്നുള്ളത്. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹു ആദരിച്ച സൃഷ്ടി എന്താണ്? മനുഷ്യനാണ്. ശരിക്ക് മനുഷ്യൻ അവൻ്റെ വില മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പാപം ചെയ്യൂല എന്നാണ് ചില പണ്ഡിതന്മാർ. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബുൽ ഫവായിദിൽ പറയുന്നുണ്ട്, നീ നിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നീ ഒന്ന് പുറത്തേക്ക് നോക്കുക. ഈ ആകാശവും ഭൂമിയും വൃക്ഷങ്ങളും ജന്തുജീവജാലങ്ങളും ഒക്കെ സൃഷ്ടിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യന്റെ വില മനസ്സിലാക്കണമെങ്കിൽ നീ ഇതൊന്ന് മൊത്തം നോക്കുക. ഇതൊക്കെ ഒരുക്കിയിട്ടുള്ള ആർക്ക് വേണ്ടിയിട്ടാ? മനുഷ്യന് വേണ്ടിയിട്ട് അള്ളാഹു ഭൂമിയിൽ ഒരുക്കി. എന്നിട്ട് അവസാനം മനുഷ്യനെ പറഞ്ഞയച്ചത്. നീ പാപം ചെയ്യുമ്പോൾ അത്രയും അള്ളാഹു ആദരവ് നൽകിയ നിന്റെ സ്ഥാനത്തെയാണ് എന്ത് ചെയ്യുന്നത്? നീ ഇല്ലാതാക്കുന്നത്. നീ സ്വയം നിന്യത ഏറ്റുവാങ്ങുകയാണ് എന്ന് പറഞ്ഞത് കാണാം. അപ്പോൾ മലക്കുകളാണ് സ്വീകരിക്കുക. അവർ ഏറ്റവും നല്ല സലാമുൻ അലൈക്കും ബിമാ സ്വബർത്തും സൂറത്ത് റഅദിലെ 23-24 നിങ്ങൾക്ക് രക്ഷ, ഇനി ഒരു പ്രശ്നവുമില്ല എന്ന നിലക്കൊക്കെ പറഞ്ഞുകൊണ്ടാണ് സ്വീകരിക്കുക. ധാരാളം ആയത്തുകൾ ആശയത്തിലുണ്ട് കേട്ടോ. സൂറത്ത് സുമറിലെ 73-ാമത്തെ ആയത്ത്, സൂറത്തുൽ അംബിയായിലെ 103-ാമത്തെ ആയത്ത്, ഇതൊക്കെ മലക്കുകൾ സ്വീകരിക്കുന്ന, സ്വർഗാവകാശികളെ സ്വീകരിക്കുന്ന പിന്നെ വാക്കുകളാണ്, ആയത്തുകളാണ് അതിൽ അറിയിച്ചിട്ടുള്ളത്. ഇനി അതുപോലെ തന്നെ സ്വർഗത്തിലെ ഭൂമി എന്ന് ഉദ്ദേശിച്ചത് സ്വർഗത്തിൻ്റെ പ്രതലം, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ കെട്ടിടങ്ങൾ, അവിടുത്തെ കൂടാരങ്ങൾ, അവിടുത്തെ കൊട്ടാരങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലുമെല്ലാം വന്നിട്ടുണ്ട്. അതിൽ ചില ആയത്തുകളിൽ കാണാം. സൂറത്ത് തൗബയിലെ 72-ാമത്തെ ആയത്തിൽ കാണാം, ഫീഹ വമസാകിനു ത്വയ്യിബതൻ ഫി ജന്നാതി അദ്നിൻ, സ്വർഗത്തിൽ വിശിഷ്ടമായ വീടുകളുണ്ട്, താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എന്ന നിലക്കൊക്കെ കാണാം. ധാരാളം കാണാം. അതുപോലെ ഖുറഫുൻ മബ്നിയത്തുൻ, നിർമ്മിച്ചിട്ടുള്ള കൂടാരങ്ങളും അതുപോലെ തന്നെ മുറികളുമെല്ലാം അവിടെ ഉണ്ട് എന്ന നിലക്കൊക്കെ കാണാം. ഇനി സ്വർഗത്തിൻ്റെ മണ്ണും കല്ലും അതിനെപ്പറ്റിയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കാണാം. ഒരു ഹദീസിൽ കാണാം, സുമ്മ ഉദ്ഖിലത്തുൽ ജന്ന, ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിച്ചു. ഫൈദാ ഫീഹാ ജനാബിദു ലുഅ്ലു വൈദാ തുറാബുഹാ അൽ മിസ്ക്, അവിടെ കല്ലുകളും മറ്റും കാര്യങ്ങളൊക്കെ മണിമുത്തുകൾ, പവിഴവും മുത്തുകളും പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മണ്ണ് മിസ്ക്, കസ്തൂരി കൊണ്ടുള്ള മണ്ണാണ് അവിടെ ഉള്ളത് എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, കുറെ കാര്യം ചോദിക്കപ്പെട്ടു. അൽ ജന്ന വമാ ബിനാഉഹ, സ്വർഗത്തിന്റെ കെട്ടിടങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ലബിനത്തുൻ മിൻ ഫിദ്ദ വലബിനത്തുൻ മിൻ ദഹബിൻ, ഇഷ്ടിക കല്ലുകൾ, അത് സ്വർണത്തിന്റെ ഒരു കല്ലും വെള്ളിയുടെ ഒരു കല്ലും കൊണ്ട് വെച്ചിട്ടുണ്ടാകും. വമിലാത്തുഹ അൽ മിസ്ക്, മിസ്കുൽ അദ്ഫർ, അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ളത് കസ്തൂരിയാണ്, സിമന്റ് പോലെ അത് യോജിപ്പിക്കാൻ വെച്ചിട്ടുള്ളത് കസ്തൂരിയാണ്. വഹസ്ബാഉഹ അൽ-ലുഅ്ലു, അതിലെ ചരൽ കല്ലുകൾ അത് പവിഴമുത്തുകളാണ്. വലിയാഖൂത്ത്. വതുർബത്തുഹ അസ്സഅഫറാൻ, അതിലെ മണ്ണ് എന്നുള്ളത് കുങ്കുമമാണ്, അഥവാ അത്ര നേർത്ത ഉള്ളതാണ്. മൻ ദഖലഹ യൻഅമു ലാ യഅസു വയഖ്ലുദു വലാ യമൂത്ത് ലാ തബ്ലാ സിയാബുഹും വലാ യഫനാ ശബാബുഹും, അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് മരണമില്ല, ശാശ്വതമായി അവിടെ ഉണ്ടാകും, അവൻ്റെ യുവത്വം നശിക്കുകയില്ല, വസ്ത്രം നുരുമ്പിപ്പോവുകയില്ല എന്നെല്ലാം കാണാം. വേറെ ഹദീസിൽ സ്വർഗത്തിലെ മണ്ണിനെ പറ്റി പറയുന്നുണ്ട്, ദർമകത്തുൻ ബൈളാ മിസ്കുൻ ഖാലിസ്, വെളുത്ത നിറത്തിലുള്ള മണ്ണുള്ള ഭാഗങ്ങളുണ്ട്, വെളുത്ത് കിടക്കുന്ന വെളുത്ത പ്രതലമായിട്ടുള്ളത്, അതുപോലെ തന്നെ മിസ്ക് കൊണ്ടുള്ള മണ്ണുകളാണ് സ്വർഗത്തിലുള്ളത് എന്ന്. അതുപോലെ ചില സ്ഥലത്ത് ഭൂമിയിൽ തന്നെ വെളുത്ത പ്രതലം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സന്തോഷവും ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. സ്വർഗത്തിൽ അങ്ങനെയുള്ള അവസ്ഥയുണ്ട് എന്ന് കാണാം. സ്വർഗത്തിലെ കൂടാരങ്ങൾ, കൊട്ടാരങ്ങളുണ്ട്. അതിൽ ഉമർ റളിയല്ലാഹുവിന്റെ കൊട്ടാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരിക്കൽ സ്വപ്നത്തിൽ ഞാൻ സ്വർഗത്തിലെത്തിയത് കണ്ടു. അവിടെ ഒരു സ്ത്രീ വുദു എടുക്കുന്നുണ്ടായിരുന്നു, ഒരു വലിയ ജാനിബ് ഖസ്റിൻ, വലിയൊരു കൊട്ടാരത്തിന്റെ അടുക്കൽ. അപ്പൊ ഞാൻ ചോദിച്ചു, ലിമൻ ഹാദൽ ഖസ്ർ, ഇത് ആരുടേതാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറയപ്പെട്ടു, ലി ഉമർ ബിൻ ഖത്താബ്, ആരുടേതാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ആണെന്ന് പറയപ്പെട്ടു. അങ്ങനെ ഞാൻ അപ്പോൾ അതിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹുവിന്റെ ഗൈറത്ത് ആലോചിച്ചപ്പോൾ, മുതലേൻ്റെ കൊട്ടാരാണല്ലോ, അപ്പോൾ അനുവാദമില്ലാതെ കയറിയെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ പ്രവേശിക്കാൻ നിന്നില്ല, ഞാൻ തിരിഞ്ഞു പോന്നു എന്ന് കാണാം. അതുപോലെ തന്നെ സ്വർഗത്തിൽ കൊട്ടാരങ്ങളെ പോലെ ഖിയാമുകളുണ്ട്. ഖിയാം എന്ന് പറഞ്ഞാൽ ചെറിയ ടെന്റുകൾക്കാണ് പറയുക, പൊതുവെ ചെറിയ കൂടാരങ്ങൾ സ്വർഗത്തിലുണ്ട് എന്ന് ഹദീസിൽ കാണാം. സൂറത്ത് റഹ്മാനിലെ 72-ാമത്തെ ആയത്തിൽ ഹൂറുൻ മഖ്സൂറാത്തുൻ ഫിൽ ഖിയാം, കൂടാരങ്ങളിൽ അവരുടെ ഇണകൾ ഹൂറുൽ ഈനുകൾ ഉണ്ടാകും എന്ന നിലക്കും ധാരാളം ഹദീസുകളിൽ ആ കൂടാരങ്ങളുടെ
ഭംഗിയെ പറ്റിയുമെല്ലാം അറിയിക്കുന്നുണ്ട്. ഇനി സ്വർഗത്തിലേക്ക് ഒരാൾക്ക് വഴി കാണുക എന്നുള്ളത് ഏറ്റവും എളുപ്പമാണെന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഅഹദുഹും ബിമസ്കനിഹി ഫിൽ ജന്ന അദല്ലു ബിമൻസിലിഹി കാന ഫിദ് ദുനിയ. നബി പറയാണ്, സ്വർഗത്തിൽ അവനവൻ്റെ വീട് ഏതാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അവനവൻ്റെ സ്ഥാനം ഏതാണ് എന്നുള്ളത് ഭൂമിയിൽ ഒരാൾക്ക് അവൻ്റെ വീട് അറിയുന്നതിനേക്കാൾ നല്ല രീതിയിൽ മനസ്സിലാകുന്നു. സ്വർഗത്തിൽ കയറിയിട്ട് എങ്ങോട്ടാ പോകേണ്ടത്, ഞാൻ എവിടെ എത്തേണ്ടത്, അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മുടെ സ്ഥാനം ഏതാണ്, നമുക്കുള്ള കൂടാരം എന്താണ്, കൊട്ടാരം ഏതാണ്, നമ്മുടെ ഇണകൾ എവിടെയാണ്, ഒക്കെ സ്വന്തം വീട് അറിയുന്നതിനേക്കാൾ നല്ല രീതിയിൽ സ്വർഗത്തിലെത്തിയാൽ അറിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ആ രീതിയിൽ അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. അതുപോലെ സ്വർഗത്തിലെ വിരിപ്പുകൾ, സ്വർഗത്തിൽ ചാരിയിരിക്കുന്ന സ്ഥലങ്ങൾ, സ്വർഗത്തിലെ കട്ടിലുകൾ ഒക്കെ ധാരാളം ആയത്തുകൾ സൂറത്തുൽ ഗാശിയയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മുത്തഫിഫീനിൽ, സൂറത്തുർ റഹ്മാനിൽ ധാരാളം പറയുന്നുണ്ട് ചാരിയിരിക്കുന്ന കട്ടിലുകളും വിരിപ്പുകളും. അതുപോലെ തന്നെ കട്ടിലുകൾ ഉയർന്ന അവസ്ഥയിൽ, ഫീഹാ സുറും മർഫൂഅ, അണിനിരത്തപ്പെട്ട കട്ടിലുകൾ ഉയർത്തി വെച്ചിട്ടുള്ളത്. അങ്ങനെ പല രീതിയിൽ അതിൻ്റെ വിശേഷണങ്ങളെ കാണാൻ സാധിക്കും. അത് നമ്മൾ നോക്കണം. നമ്മൾ സത്യത്തിൽ ഈ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ ഖുർആനിൻ്റെ ആശയങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ്? ഇതൊക്കെ ആലോചിക്കാനാണ്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിസ്കരിക്കുന്ന സമയത്ത് സ്വർഗത്തിൻ്റെ ആയത്തുകൾ എത്തിയാൽ എന്ത് ചെയ്യും? നിർത്തിയിട്ട് അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കും. നരകത്തിൻ്റെ ആയത്തുകൾ എത്തിയാൽ എന്ത് ചെയ്യും? നരകത്തിൽ നിന്ന് രക്ഷ തേടും. അപ്പോൾ ഇത് കേവലം എന്തോ ഓതാൻ പറഞ്ഞുകൊണ്ട് ഓതുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇമാം ഓതുമ്പോൾ കേൾക്കുന്നു, അങ്ങനെയല്ല. ഇതെന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഫസ്സലായ സൂറത്ത് ഓതി എന്തിനാണ്? അത് കേട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാനാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കേൾക്കുന്ന സ്വർഗത്തിൻ്റെ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ച് ആലോചിക്കണം. അത് നമ്മുടെ കൽബിൻ്റെ കണ്ണുകൊണ്ട് കാണണം. നമുക്കത് ലഭിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ ദീനെ സംരക്ഷിക്കാൻ പറ്റും. നമ്മൾ അതായത് ഇപ്പോൾ എളുപ്പത്തിൽ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു മനുഷ്യൻ, അവന് രോഗം വന്നിട്ട് ഒരു മരുന്ന് കുടിക്കുന്നുണ്ട്, കയ്പുള്ള മരുന്ന് കുടിക്കുന്നുണ്ട്. അവനെന്തിനാണ് കുടിക്കുന്നത്? അവനതിന് ശേഷം നല്ല ഭക്ഷണം കഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവന് ഇഷ്ടമല്ല, കയ്പുള്ള മരുന്ന് ആർക്കെങ്കിലും ഇഷ്ടം ഉണ്ടാവും? ഇല്ല. പക്ഷെ അവൻ പിടിച്ചു വെക്കും. അതല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഭക്ഷണം കഴിച്ചാൽ ദോഷമാണ് എന്നറിയും, അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അത് മാറ്റിവെക്കും. ഇതുപോലെയാണ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ സ്വർഗത്തെ നരകത്തിലെ ചിന്ത ഉണ്ടാവേണ്ടത്. അതായത് നമുക്കൊരു കാര്യത്തിനോട് ആഗ്രഹം തോന്നുകയാണ്, ഒരു ഹറാമിനോട് നമുക്കൊരു ആഗ്രഹം തോന്നുകയാണ്, അത് ചെയ്യാനോ കാണാനോ കേൾക്കാനോ പറയാനോ ഒക്കെ ആഗ്രഹം തോന്നുകയാണെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ നമുക്കുള്ള പ്രേരണ എന്താണ്? ഞാനിതിപ്പോൾ പിടിച്ചു നിർത്തിയാൽ എനിക്ക് അതിനേക്കാൾ വലുത് അപ്പുറത്തുണ്ട്. അതാണ്, അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി അതിലേക്ക് അത് ചെയ്തു പോയി കഴിഞ്ഞാൽ, ഇത് ഞാനിപ്പോൾ ചെയ്താൽ ഇതിനേക്കാൾ വലിയ ദോഷം എനിക്ക് ബാധിക്കും. ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി, അത് ഈ ദുനിയാവിൽ നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? നമുക്ക് ഹക്കീക്കത്തായിട്ട് അറിയാം, ഇതിപ്പോൾ ഞാൻ കഴിച്ചാൽ എൻ്റെ രോഗം മാറും, നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. എന്നാൽ ഗൈബിയായ അവസ്ഥയിൽ അതിനെ ഉറപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഈമാൻ ദൃഢമാകുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കൽബ് കൊണ്ട് പരലോകത്ത് ജീവിക്കുന്ന അവസ്ഥയായിരിക്കും. ചില പണ്ഡിതന്മാർ, പിന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി കിതാബുൽ ഫവായിദിൽ പറയുന്നുണ്ട്. അദ്ദേഹം സൂറത്തുൽ ഖാഫിൻ്റെ തഫ്സീർ പറയുന്നിടത്ത് ചില ആളുകൾ ഖുർആനിനെ പാരായണം ചെയ്യുമ്പോൾ കൽബിൻ്റെ കണ്ണുകൊണ്ട് പാരായണം ചെയ്യും. അവർക്ക് ആ പാരായണം ചെയ്യുന്ന ആയത്തുകൾ പറയുന്ന കാര്യങ്ങളെ അവർക്ക് കൽബിൻ്റെ കണ്ണുകൊണ്ട് അത് കാണാൻ സാധിക്കും. അങ്ങനെ അവരുടെ കൽബ് പരലോകത്തും ശരീരം ഭൂമിയിൽ ജീവിക്കുന്ന അവസ്ഥയുണ്ടാകും. അവർക്ക് എന്തൊരു കാര്യം ലഭിച്ചാലും, ഇപ്പോൾ ഒരു നല്ലൊരു പഴം കഴിച്ചു കഴിഞ്ഞാൽ അവരെന്താ ആലോചിക്കുക? അല്ലാ, സ്വർഗത്തിൽ എത്ര നല്ല പഴങ്ങളാണ് ഉണ്ടാവുക. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു വേദന വന്നു, മുറി വന്നു, അവരെന്താ ആലോചിക്കുക? നരകത്തിലെ വേദന എത്ര വലുതായിരിക്കും. അവർക്കൊരു ഭയം വന്നു, അവർക്കൊരു ദുഃഖം വന്നു, അവരാലോചിക്കുക നരകത്തിലെ ഭയവും ദുഃഖം എന്തായിരിക്കും. അവർക്കൊരു സന്തോഷം വന്നു, അവരാലോചിക്കുക എന്താണ്? സ്വർഗത്തിലെ അനുഗ്രഹ സന്തോഷം എത്ര വലുതായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് ബന്ധിപ്പിക്കാതെ ഒന്നും ആലോചിക്കാൻ പറ്റൂല. സ്വർഗവും നരകവും തമ്മിൽ ബന്ധിപ്പിക്കാതെ ഒന്നും ആലോചിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അവർ കൽബ് കൊണ്ട് പരലോകത്തും ശരീരം കൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന ആളുകളായി മാറിത്തീരുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി പറഞ്ഞിട്ട് ഇമാം സഅദി സൈറു ഇലല്ലാഹി വദ്ദാരിൽ ആഖിറ എന്ന അദ്ദേഹത്തിൻ്റെ കവിതയിൽ ബൈത്തുകളായിട്ട് ഈ ഒരു അവസ്ഥ ചില ആളുകൾക്ക് ഉണ്ടാകുമെന്ന് വിശദീകരിച്ച് കാണാം. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. ഇന്ന് ഏറ്റവും വലിയ അവിടെ എന്താ വെച്ചാൽ അറിയോ? ചിന്തിക്കൂല എന്നുള്ളതാണ്. തഫക്കുർ എന്ന് പറഞ്ഞൊരു കാര്യം ആളുകൾക്ക് സമയമല്ല. അപ്പോൾ ഇതിന് വേറൊരു കാര്യം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയും മൊബൈലും ഒക്കെ ദീനിയായിട്ടുള്ളൊരു കാര്യത്തിനല്ലാതെ നമ്മൾ ഉപയോഗിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാവുന്നത് എന്താ അറിയോ? ചിന്തിക്കാനുള്ള ശേഷിയാണ് നഷ്ടപ്പെടുന്നത്. മനുഷ്യന് ചിന്തിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയാണ്.
ഈ പരലോകം സ്വർഗത്തൊക്കെ കുറച്ചേരം ആലോചിച്ചാൽ നമുക്ക് എന്ത് പറ്റുള്ളൂ, ആലോചിച്ച് കിട്ടുള്ളൂ. അല്ലാതെ കുറേ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ മറന്നു പോകും. കുറേ തിരക്കിൻ്റെ ഇടയിൽ 2 റക്അത്ത് 4 റക്അത്ത് നിസ്കാരത്തിൽ മാത്രമായിട്ട് നമുക്ക് ശ്രദ്ധ കിട്ടൂല. അതുകൊണ്ടാണ് അനാവശ്യമായി കൽബിനെ അസ്വസ്ഥമാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് ആ സമയം കൂടി നമ്മൾ എന്ത് വേണം, പരലോകത്തെക്കുറിച്ച് ആലോചിക്കാൻ സമയമെടുക്കണം. അതിനാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കണം. അപ്പോൾ നമ്മുടെ ഏതൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ നമ്മൾ ഏതൊരു പാപം ഒഴിവാക്കാൻ നമുക്ക് എളുപ്പമാകും, അല്ലെങ്കിൽ ഏതൊരു ബുദ്ധിമുട്ടും ക്ഷമിക്കാൻ നമുക്ക് എളുപ്പമാകും. അങ്ങനെ ധാരാളം ഉപകാരങ്ങളുണ്ടാകും. സ്വർഗത്തിലെ വസ്ത്രങ്ങളെ പറ്റി ധാരാളം ആയത്തുകളും ഹദീസുകളും വന്നിട്ടുണ്ട്. ആയത്തുകളിൽ വന്നിട്ടുള്ള ആശയങ്ങൾ എന്താണ്? പിന്നെ പുരുഷന്മാരാവട്ടെ സ്ത്രീകൾക്കാവട്ടെ അവർക്കെല്ലാം സ്വർണവും വെള്ളിയും ഉണ്ടാകും. അഥവാ ഭൂമിയിൽ എന്താണ്, പുരുഷന്മാർക്ക് മുസ്ലിമുകൾക്ക് സ്വർണം ഉപയോഗിക്കാൻ പാടില്ല. പക്ഷേ സ്വർഗത്തിൽ അങ്ങനെയല്ല. സ്വർണത്തിൻ്റെ ആഭരണങ്ങളും പവിഴവും മുത്തും അതുപോലെ തന്നെ പട്ടുവസ്ത്രവും അവിടെ ഹറാമാണ് ഭൂമിയിൽ, ദുനിയാവിൽ വെച്ച്. എന്നാൽ ആ പട്ടുവസ്ത്രങ്ങളും അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വർഗത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ 23-ാമത്തെ ആയത്തിൽ വലുഅൻ വലിബാസുഹും ഫീഹാ ഹരീർ, അവരെ വസ്ത്രം പട്ടുകൊണ്ടാണുള്ളത് എന്ന് കാണാം. അങ്ങനെ ധാരാളം സൂറത്ത് ഫാത്തിറിലെ 33-ാമത്തെ ആയത്തിൽ അത് കാണാം. അങ്ങനെ ധാരാളം പട്ടുവസ്ത്രങ്ങളെക്കുറിച്ചും നേർത്തതായിട്ടുള്ള പട്ടുവസ്ത്രങ്ങളെ കുറിച്ചുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ പാത്രങ്ങൾ, അവാനി അഹ്ൽ ജന്ന, പാത്രങ്ങൾ എന്താണ്? സ്വർണവും വെള്ളി കൊണ്ടും ഉണ്ടാക്കിയിട്ടുള്ള പാത്രങ്ങളായിരിക്കും സ്വർഗത്തിൽ ഉണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ വേറെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ഉപയോഗിക്കരുത്, സ്വർണത്തിൻ്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പരലോകത്താണ് മുഅ്മിനീങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. ഇനി അവിടെ ഖാദിമകളായിട്ട്, സ്വർഗത്തിൽ ഖാദിമകളായിട്ട് ചെറിയ കുട്ടികൾ ഉണ്ടാകുന്നതാണ്. ചെറിയ കുട്ടികൾ ഖാദിമകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കിയിട്ടുണ്ട്. യതൂഫു അലൈഹിം ബിൽദാനുൻ മുഖല്ലദൂൻ ബിഅക്വാബിൻ വബാരിഖ വഖഅസിൻ മിൻ മഈൻ, അവർക്ക് ചുറ്റും അവർക്ക് ആവശ്യമുള്ള കോപ്പകളിൽ അവർക്കുള്ള പാനീയങ്ങളും മറ്റുമായിട്ട് ചെറിയ കുട്ടികളെ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. മലക്കുകളും ഖിദ്മത്ത് ചെയ്യാൻ അവിടെ ഉണ്ടാകും. മറ്റൊരായത്ത് സൂറത്തുൽ ഇൻസാനിലെ 19-ാമത്തെ ആയത്തിൽ വയതൂഫു അലൈഹിം ബിൽദാനുൻ മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഅ്ലുഅൻ മൻസൂറ, പവിഴമുത്തുകൾ വിതറിയിട്ടതുപോലെ അവിടെ പിന്നെ ചെറിയ കുട്ടികൾ അവർക്ക് ചുറ്റുമുണ്ടാകും. സൂറത്ത് തൂറിലെ 24-ാമത്തെ ആയത്തിലും അത് പറയുന്നുണ്ട്. ഇനി എന്താണ് സ്വർഗാവകാശികളുടെ ഭക്ഷണം എന്നുള്ളത്? ആദ്യം കഴിക്കുന്ന ഭക്ഷണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിയാദത്തു കബിദി ഹൂത്തിൻ, ഒരു മത്സ്യത്തിൻ്റെ കരളിൽ സിയാദിയായിട്ടുണ്ടാകുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു വസ്തുവാണ് ആദ്യമായി ഭക്ഷിക്കാൻ ലഭിക്കുക എന്ന് ഹദീസിൽ കാണാം. ഇവിടെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ജൂതൻ വന്ന്, ഒരിക്കൽ ജൂത പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് വന്നിട്ട് ചോദിക്കുകയുണ്ടായി, ഫമൻ അവ്വലുൻ നാസി ഇജാസതൻ, ആരാണ് സ്വർഗത്തിലേക്ക് ആദ്യം പ്രവേശിക്കാൻ അനുവാദം ലഭിക്കുന്നവർ? ഖാല ഫുഖറാഉൽ മുഹാജിരീൻ, പറഞ്ഞു മുഹാജിരീങ്ങളിൽപ്പെട്ട ഫുഖറാക്കളാണ്, ദരിദ്രന്മാരെന്ന് പറഞ്ഞു. ഖാലൽ യഹൂദിയു, വീണ്ടും ആ ജൂതൻ ചോദിച്ചു, ഫമാ തുഹ്ഫതുഹും ഹീന യദ്ഖുലൂനൽ ജന്ന, അവർക്കുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവർക്കുള്ള ആദ്യം നൽകുന്ന വിഭവം എന്താണെന്ന് ചോദിച്ചു. ഖാല സിയാദത്തു കബിദിൻ നൂൻ, ഒരു മത്സ്യത്തിൻ്റെ കരളിൻ്റെ അധികമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണെന്ന് പറഞ്ഞു. ഖാല ഫമാ ഗിദാഉഹും അലാ ഇസ്രിഹ, അതിനുശേഷം അവർക്ക് കൂടുതൽ പോഷകമായി നൽകുന്ന ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുൻഹറു ലഹും സൗറുൽ ജന്ന അല്ലദീ കാന യഅകുലു മിൻ അത്റാഫിഹാ, സ്വർഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ തിന്ന് നടന്നിട്ടുണ്ടായിരുന്ന ഒരു കാളയുടെ മാംസം, കാളയെ അറുത്തുകൊണ്ടുള്ള മാംസമാണ് അവർക്ക് നൽകുക എന്ന് പറഞ്ഞു. ഖാല ഫമാ ശറാബുഹും അലൈഹി, അപ്പോൾ അത് കഴിക്കുമ്പോൾ അതിനൊപ്പം എന്താ അവർക്ക് പാനീയം ഉണ്ടാവുക ചോദിച്ചു. ഖാല മിൻ ഐനിൻ ഫീഹാ തുസമ്മ സൽസബീല, സൽസബീൽ എന്ന് പേരുള്ള ഒരു പാനീയമായിരിക്കും, ഒരു അരുവിയിൽ നിന്നുള്ള വെള്ളമായിരിക്കും അവർക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞപ്പോൾ ആ ജൂത പണ്ഡിതൻ പറഞ്ഞു, സദഖത, നിങ്ങൾ പറഞ്ഞൊക്കെ സത്യമാണ്. കാരണം അവരുടെ കിതാബിലൊക്കെ അറിവുള്ള കാര്യമാണിത്. സ്വർഗാവകാശികൾക്കുള്ള ഭക്ഷണം ഈ തരത്തിലായിരിക്കും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പഴങ്ങൾ, മാംസം എല്ലാം സ്വർഗത്തിലെ ആളുകൾക്കുണ്ടാകും. പക്ഷെ അതൊന്നും എന്തല്ല, വിശന്നിട്ടോ അല്ലെങ്കിൽ ഒക്കെ കാഷ്ടിച്ച് പോകേണ്ട അവസ്ഥ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാണ്, ഇന്ന അഹ്ലൽ ജന്നതി യഅകുലൂന ഫീഹാ വയശ്റബൂന വലാ യത്ഫുലൂൻ വലാ യബൂലൂൻ വലാ യതഗവ്വതൂൻ വലാ യംതഖിതൂൻ, സ്വർഗാവകാശികൾ തിന്നുകയും കുടിക്കുകയൊക്കെ ചെയ്യും. അവർ തുപ്പുകയോ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ മൂക്ക് ചീറ്റുകയോ അങ്ങനെയുള്ള അവസ്ഥ ഒന്നും ഉണ്ടാവില്ല.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫമാ ബാലു തആം, അപ്പോൾ ഈ ഭക്ഷണം എന്താവുക, ദുനിയാവിലെന്താവുക, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ കാഷ്ടിക്കണം, വെള്ളം പാനീയം കുടിച്ചാൽ മൂത്രിക്കണം, അപ്പോൾ അതൊക്കെ എന്താവുക ചോദിച്ചു. അപ്പോൾ ജുശാഉൻ വറഷ്ഹുൻ കറഷ്ഹിൽ മിസ്ക് യുൽഹമൂന തസ്ബീഹ വതഹ്മീദ് കമാ തുൽഹമൂന നഫസ്. പറയാണ് അവിടുന്ന് അവരൊരു വേർപ്പുണ്ടാകുന്നത് പോലെ വേർപ്പുണ്ടാകും, അത് അവർക്ക് നല്ല മിസ്കിൻ്റെ സുഗന്ധമുള്ളതായിരിക്കും. അതുപോലെ അവരുടെ ശ്വാസോച്ഛ്വാസം പോലെ ഇവിടുത്തെ ശ്വസിക്കുന്നത് പോലെ അവരവിടെ തസ്ബീഹും തഹ്മീദും അവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന ഭക്ഷണവും എല്ലാം അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ പാനീയങ്ങളെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ളതാണ്, പാലിൻ്റെയും തേനിൻ്റെയും അരുവികൾ, അതുപോലെ തന്നെ പഴച്ചാറുകൾ, മദ്യമായി ഇന്ന് ഉപയോഗിക്കുന്ന ആ തരത്തിലുള്ള അതിൻ്റെയും, അതുപോലെ ശുദ്ധമായ വെള്ളത്തിൻ്റെയും എല്ലാം പാനീയങ്ങൾ, അതുപോലെ സൽസബീൽ, സഞ്ചബീൽ പോലെയുള്ള ധാരാളം പാനീയങ്ങൾ, അതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ സ്വർഗത്തിലുണ്ട്. കൗസർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നൽകുന്ന അരുവിയായിട്ടുള്ള കൗസറിൽ നിന്നുള്ള പാനീയം ഉണ്ടാകും എന്ന് കാണാം. സ്വർഗത്തിലെ വൃക്ഷങ്ങളെ സംബന്ധിച്ചും ധാരാളം ആയത്തുകളും ഹദീസുകളും വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്, സ്വർഗത്തിലേക്ക് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതല്ലാതെയുള്ള ഒരു വൃക്ഷത്തെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ലശജറതൻ യസീറു അർറാകിബു അൽ ജവാദ് അൽ മുളമ്മറ സരീഅ മിഅത ആമിൻ മാ യഖ്തഉഹ. സ്വർഗത്തിൽ ഒരു വലിയ വൃക്ഷമുണ്ട്, വളരെ വേഗത്തിൽ കുതിര ഓടിച്ച ഒരാൾ 100 വർഷം സഞ്ചരിച്ചാലും അതിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് എത്തുകയില്ല എന്ന് കാണാം. അതുപോലെ തന്നെ വേറൊരു ഹദീസിൽ മാ ഫിൽ ജന്നതി ഷജറത്തുൻ ഇല്ലാ വസാഖുഹ മിൻ ദഹബിൻ, സ്വർഗത്തിലൊരു വൃക്ഷവുമില്ല അതിൻ്റെ വേരുകൾ അടിത്തട്ട് സ്വർണം കൊണ്ടല്ലാതെ. അപ്പോൾ ആ തരത്തിലുള്ള വൃക്ഷങ്ങളാണ് സ്വർഗത്തിലുള്ളത് എന്നും സ്വർഗത്തിലെ അരുവികളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ളതാണ് സ്വർഗത്തിലുള്ള ഹൂറുൽ ഈങ്ങൾ എന്നുള്ളത്. അതായത് ദുനിയാവിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പുരുഷന്മാർക്കും പൊതുവായിട്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് സ്ത്രീ എന്നുള്ളത്. അവന് വലിയൊരു പരീക്ഷണമായിട്ട് വെച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ തറക്തു ബഅദി ഫിത്നതൻ അളറ അല റിജാലി മിൻ നിസാ, സ്ത്രീകളെ പോലെ ഒരു ഫിത്ന വെച്ചിട്ടില്ല. കാരണം സ്ത്രീകളുടെ സൗന്ദര്യമാവട്ടെ, അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റമാവട്ടെ, അല്ലെങ്കിൽ അവരുടെ വാക്കുകളാവട്ടെ, ഇതിലെല്ലാം ഒരു പുരുഷൻ ഫിത്നയിലിടും. ഫിത്ന എന്ന് പറയുമ്പോൾ, സ്ത്രീകളുടെ ഫിത്ന എന്ന് പറയുമ്പോൾ കാണാൻ ഒരു ഹറാമായിട്ട് സ്ത്രീകളുടെ സൗന്ദര്യം നോക്കാൻ അല്ലെങ്കിൽ കാണാൻ, അത് മാത്രമല്ല അവരുടെ സംസാരത്തിൽ പുരുഷൻ വീണുപോകും. എത്ര ബുദ്ധിയുള്ള മനുഷ്യനെ പോലും സ്ത്രീകൾ അവരുടെ സംസാരത്തിൽ വീഴ്ത്തുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ബുദ്ധിയുള്ള പുരുഷന്മാരെ വരെ സ്ത്രീകൾ അവരുടെ സംസാരത്തിൽ വീഴ്ത്തിക്കളയുമെന്നുള്ളത്. അത് എല്ലാ തരത്തിലും. അതുകൊണ്ടാണ് ഇമാം നവവിയൊക്കെ പറഞ്ഞത്, പുറത്തുള്ള സ്ത്രീകളെക്കാൾ ഫിത്നയാണ് സ്വന്തം ഭാര്യമാർ. കാരണം ഭാര്യമാർ സംസാരിച്ചിട്ട് ഒരാളെ ദീനിനെ തെറ്റിച്ച് കളയും, അവൻ്റെ ദീനില്ലാതാക്കി കളയും. അത് സാധാരണ സ്ത്രീ ഫിത്ന എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ചിന്തിക്കുക എന്താ, ഒരു ഹറാമായി നോക്കുക എന്ന് നിൽക്കുമ്പോൾ, അത് മാത്രമല്ല പലതരത്തിലെന്താണ് സ്ത്രീകൾ ഫിത്ന. അത് ഉമ്മയായാലും സഹോദരിയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ഈ തരത്തിൽ ഒരു ഫിത്നയാകുന്നതാണ്. അപ്പോൾ അറിയപ്പെട്ടൊരു കാര്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഭാഗം എന്താണ്, അവരുടെ സൗന്ദര്യം, അതുപോലെ തന്നെ അവരോട് ശാരീരികമായി തോന്നുന്ന ആകർഷണം, അതുപോലുള്ള കാര്യങ്ങൾ. അത് പുരുഷനൊരു ഫിത്ന തന്നെയാണ്, അതിലൊരു സംശയമില്ല. അത് ഒരാൾക്കും ഇനി ശാസ്ത്രം കൊണ്ടാണെങ്കിലും എന്തുകൊണ്ടാണെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലെ സ്ത്രീകളെ പറ്റി പുരുഷന്മാർക്ക് ഈ ദുനിയാവിൽ അവരുടെ ഈ സ്ത്രീകളോടുള്ള ഇഷ്ടവും താല്പര്യവുമെല്ലാം ഹലാലായതിൽ മാത്രം പിടിച്ചു നിർത്തി ഹറാമിലേക്ക് പോകാതെ അത് നിയന്ത്രിക്കാൻ പ്രേരകമാകുന്ന രീതിയിൽ തന്നെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ ഇതിനെ വളരെ മോശമായിട്ടൊക്കെ പറയുന്നത് കാണാം, നിരീശ്വരവാദികളായിട്ടുള്ള അങ്ങനെയുള്ള ആളുകൾ. ഖുർആനിൽ കണ്ടില്ല എങ്ങനെയൊക്കെ പറയുന്നത്. നമ്മൾ ലോകത്ത് നോക്കിക്കഴിഞ്ഞാൽ, ലോകത്ത് ആദ്യകാലം മുതൽ ഇന്ന് വരെയുള്ള ഏത് ഭാഷയിലുള്ള സാഹിത്യങ്ങളും കഥകളും കവിതകളും ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും പുരുഷൻ്റെ സൗന്ദര്യം വിവരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. സ്ത്രീയുടെ സൗന്ദര്യവും സ്ത്രീയെക്കുറിച്ചും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളെ പറയുള്ളൂ. കാരണം അത് പുരുഷൻ്റെ ഫിത്രത്തിയായിട്ടുള്ള ത്വബഈയായിട്ടുള്ള പ്രകൃതിയാ ഉള്ള തേട്ടമാണ്. അത് ആളുകൾ അവരുടെ പിന്നെന്താ പറയുക, ആ കപടത മറച്ചു വെക്കാൻ വേണ്ടി അവർ വലിയ നിലയ്ക്ക് പുറത്തു പറയുന്നു എന്നുള്ളൂ. ഒരാൾക്കും അതിനെ തള്ളിക്കളയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ സ്വർഗീയ സ്ത്രീകളെ പറ്റി ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് എന്താണോ ഒരു സ്ത്രീയിൽ, അതിൻ്റെ എല്ലാ വിശേഷണങ്ങളോടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അവരെ സൗന്ദര്യം അറിയിച്ചിട്ടുണ്ട്. വഇൻദഹും ഖാസിറാത്തുത് തർഫീൻ കഅന്നഹുന്ന ബൈദും മക്നൂൻ. സൂറത്തുസ് സാഫാത്തിലെ
48, 49 ആയത്തുകൾ ദൃഷ്ടി നിയന്ത്രിക്കുന്നവരായിട്ടുള്ള, അന്ന് അറബികൾക്ക് അറിയുന്ന മുട്ടകൾ, സൂക്ഷിച്ചു വെക്കുന്ന മുട്ടകളെ പോലെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള, കന്നഹുന്നൽ യാഖൂത്ത് വൽ മർജാൻ, സൂറത്ത് റഹ്മാനിലെ 58-ാമത്തെ ആയത്ത്, പവഴവും മുത്തും പോലെയുള്ള യാതൊരു ന്യൂനതകളുമില്ലാത്ത ഏറ്റവും സൗന്ദര്യമുള്ള, അതുപോലെ തന്നെ ശരീരഘടന കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടമുണ്ടാകുന്ന രീതിയിൽ അള്ളാഹു ഹൂറുലീങ്ങളെ പടച്ചിട്ടുണ്ട്. അവരുടെ ആദ്യമായിട്ട് സ്വർഗത്തിൽ കിടക്കുന്ന ഒരാൾ ഹൂറുലീങ്ങളുടെ കാണുക കണങ്കാലായിരിക്കും. അവരുടെ ഇണകളുടെ ഹൂറുലീങ്ങളുടെ കണങ്കാലാണ് കാണുക. അതൊരു വെള്ള സ്ഫടികപാത്രത്തിൽ, വെള്ള നിറമുള്ള സ്ഫടികപാത്രത്തിൽ ചുവന്ന പാനീയം ഒഴിച്ചതുപോലെ അതിൻ്റെ മാംസലത ആദ്യമായിട്ട് ഹൂറുലീങ്ങളെ പുരുഷന്മാർ കാണുന്നത് അതായിരിക്കും. സത്യത്തിൽ സ്ത്രീകളെ ഫിത്ന വളരെ അധികരിക്കുന്ന ഈ കാലഘട്ടത്തിലൊക്കെ ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഹറാമെന്ന് മാറിയിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് ഈ ഹറാം ഇവിടെ കണ്ടും അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലൊക്കെ ആസ്വദിക്കുകയാണെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? പരലോകത്തിൽ ഇതിനേക്കാൾ വലുത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ്. ഇന്ന് ഹറാമായ രീതിയിൽ ധാരാളം ആളുകൾക്കിടയിൽ പ്രണയമാവട്ടെ, അല്ലെങ്കിൽ ഔഹിത ബന്ധങ്ങളാവട്ടെ, വ്യഭിചാരമാവട്ടെ, ആ നിലക്കുള്ള ഹറാമായത് കാണുന്നതാവട്ടെ, ബന്ധങ്ങൾ സംസാരിക്കുന്നതാവട്ടെ, എന്തും ആവട്ടെ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഏത് ഫിത്നയും അതിന് രക്ഷപ്പെടാൻ ഒരു പ്രധാന കാരണമാവും സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ള ഇണകളെക്കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയും എല്ലാവിധ ന്യൂനതയും കുറവുമുള്ള ഒന്ന്, അതിനു വേണ്ടി നമ്മൾ ഏറ്റവും നിലനിൽക്കുന്ന ഒരു കാര്യത്തെ നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ഢിയല്ലേ? അപ്പോൾ ഇതൊക്കെ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു തആല ഖുർആനിൽ അവരെ പറ്റി എടുത്തു പറഞ്ഞിട്ടുള്ളത്. ചില ആയത്തുകൾ കാണാം. സൂറത്തുൽ വാഖിയയിലെ 35-38 ആയത്തുകൾ, ഇന്നാ അൻശഅനാഹുൻ ഇൻശാഅൻ, ഒരു പ്രത്യേക രീതിയിലാണ് ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഹൂറുലീങ്ങളെ. ഫജഅൽനാഹുന്ന അബ്കാറ, അവരെപ്പോഴും കന്യകമാരായിരിക്കും. ഉറുബൻ അത്റാബ, തൻ്റെ ഇണകളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ആളുകളായിട്ടാണ് അവർക്ക് ഉണ്ടാവുക. ലം യത്മിത്ഹുൻ ഇൻസുൻ ഖബ്ലഹും വലാ ജാൻ, ഒരു ജിന്നോ മനുഷ്യനോ അവരെ സ്പർശിച്ചിട്ടില്ല. സൂറത്ത് റഹ്മാനിലെ 56-ാമത്തെ ആയത്തിൽ കാണാം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അബൂ ഹുറൈറ ഉദ്ധരിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ നസിലു ഇലാ നിസാഇനാ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞങ്ങളുടെ സ്ത്രീകളുമായിട്ട് ചേരുമോ, അഥവാ ശാരീരികമായിട്ടുള്ള ബന്ധവുമെല്ലാം ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല ലയസിലു ഫിൽ യൗമി ഇലാ മിഅതി അദ്റ, സ്വർഗത്തിൽ ഒരു പുരുഷൻ ഒരു ദിവസത്തിൽ 100 കന്യകമാരായിട്ടുള്ള സ്ത്രീകളുമായിട്ട് ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അഥവാ അത്രയും അവർക്ക് ഖുവ്വത്തും അതുപോലെ ശക്തിയുമെല്ലാം സ്വർഗത്തിലുണ്ടാകും. അത് ഭക്ഷണം കഴിക്കാനും ഉണ്ടാകും, പാനീയം കുടിക്കാനും ഉണ്ടാവും, ശാരീരിക ബന്ധത്തിനുണ്ടാകും, എല്ലാത്തിനും ആ രീതിയിൽ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേറെ ചില ഹദീസുകളിൽ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ധാരാളം ആയത്തുകൾ ഹൂറുലീങ്ങളുടെ വിശേഷണങ്ങളായി പറയുന്ന ആയത്തുകൾ ധാരാളം കാണാം. അതുപോലെ തന്നെ ഹൂറുലീങ്ങൾ അവരുടെ പുരുഷന്മാർക്ക് വേണ്ടി, അവരുടെ സ്വർഗത്തിലുള്ള ഇണകൾക്ക് വേണ്ടി, ഒരാളും ഇണയില്ലാതെ ഉണ്ടാവില്ല എന്നാണ്. അപ്പോൾ ആദ്യം സ്വർഗത്തിൽ കയറുമ്പോൾ തന്നെ അവർക്ക് 2 ഇണകളെ വീതം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വിവാഹം കഴിച്ച് നൽകുന്നതാണ്. ഏറ്റവും സൗന്ദര്യമുള്ള, അവരാഗ്രഹിക്കുന്നത് പോലത്തെ ഇണകൾ. അതുപോലെ തന്നെ ആ ഇണകൾ അവർക്ക് വേണ്ടി പാട്ടുകൾ പാടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയാണ്, ഇന്ന അസ്വാജ അഹ്ലിൽ ജന്നതി ലയുഗന്നീന അസ്വാജഹും ബിഅഹ്സനി അസ്വാത്തിൻ സമിഅഹാ അഹദുൻ ഖത്തു ഇന്ന മിമ്മാ യുഗന്നീന ബിഹി, ഏറ്റവും നല്ല ശബ്ദത്തിൽ ആ ഇണകൾ അവരുടെ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ അവരുടെ ഇണകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പാട്ടുകൾ പാടും. അതിൻ്റെ ചില വരികൾ പറയാണ്, നഹ്നു ഖൈറുൽ ഹിസാൻ അസ്വാജ് ഖൗമിൻ കിറാം യൻദുറൂന ബിഖുറത്തി അഅയാൻ, ഞങ്ങളതാ ഏറ്റവും നല്ല രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടുള്ളവരാണ്, ഏറ്റവും ആദരവ് നൽകപ്പെട്ട ആളുകൾക്ക് ഇണകളായിക്കൊണ്ട് അവരതാ ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ നോക്കി അവർ കൺകുളിർമ കൊള്ളുന്നു എന്നുള്ളത്. അപ്പോൾ ഹൂറുലീങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങൾ പറയുന്ന ആയത്തുകൾ ധാരാളം ഖുർആനിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഏത് രീതിയിലാണ് അത് പ്രേരകമാകേണ്ടത്? ഈ ഹറാമിൽ ദുനിയാവിൽ വെച്ച് രക്ഷപ്പെടാനുള്ള മാർഗമാണ്. അതുപോലെ തന്നെ അവരുടെ ജിമാഉമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ ഹദീസിൽ പറയാണ്, ഇന്ന റജുല മിൻ അഹ്ലിൽ ജന്ന ലയുഅത ഖുവത 100 റജുലിൻ, സ്വർഗത്തിലുള്ള ഒരാൾക്ക്
ഇവിടെയുള്ള 100 ആളുകളുടെ ഖുവ്വത്ത് ഉണ്ടാകും. ഫിൽ അക്ൽ ഭക്ഷണം കഴിക്കുന്നതിൽ, വഷുർബ് പാനീയത്തിൻ്റെ വിഷയത്തിൽ, വശഹ്വ ദേഹേച്ഛയുടെ വിഷയത്തിൽ, വജിമാ ശാരീരിക ബന്ധത്തിൻ്റെ വിഷയത്തിൽ 100 ആളുടെ ശക്തി അവിടെ ഉണ്ടാകും, ശേഷി അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ പറയാൻ ഇന്നലിൽ മുഅ്മിന ഫിൽ ജന്നതി ലഖൈമതൻ, ഒരു മുഅ്മിനിന് ഒരു കൂടാരമുണ്ട് സ്വർഗത്തിൽ, മിൻ ലുഅത്തിൻ വാഹിദത്തിൻ മുജവ്വഫ, ഒരു ഒറ്റ പവിഴമുത്ത് കൊണ്ട് ഉള്ളത്, ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ഒന്ന്. തൂലുഹ 60 മീലൻ, അതിൻ്റെ നീളം 60 മൈലാണ്. ലിൽ മുഅ്മിനി ഫീഹ അഹ്ലൂൻ, അതിൻ്റെ അകത്ത് ഒരു മുഅ്മിനിന് അവൻ്റെ ഇണകളുണ്ടാവും, ഹുർലിങ്ങളിൽ പെട്ടിട്ടുള്ള ഒക്കെ. യതൂഫു അലൈഹിമുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ അവരുടെ അടുക്കിലേക്കെല്ലാം ചെല്ലും. യതൂഫ് എന്നുള്ള പദം ഭാര്യമാരുടെ അടുക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടാൻ തന്നെ. ഫലാ യറാ ബഅദുഹും ബഅദൻ, എന്നാൽ അവർ പരസ്പരം കാണുകയില്ല. ഒരു കൂടാരത്തിൽ തന്നെ ഒരുപാട് ഇണകൾ അവർക്കുണ്ടാകും, അവരുടെ അടുക്കിലേക്കെല്ലാം ഈ പുരുഷൻ പോകും, അവർ പരസ്പരം കാണുകയില്ല എന്ന് കാണാം. അതുപോലെ ധാരാളം. ഇനി വേറൊരു സംഭവം കാണാം, സ്വർഗത്തിൽ ഒരാൾക്കൊരു കുട്ടി ജനിക്കണം എന്നുള്ള ആഗ്രഹം മറ്റുണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത്? വിശ്വാസം പറയാണ് ഇദസ്തഹൽ മുഅ്മിനുൽ വലദ ഫിൽ ജന്ന, ഒരു മുഅ്മിന് തോന്നുകയാണ് ഒരു കുട്ടി വേണമെന്ന് സ്വർഗത്തിൽ തോന്നുകയാണെങ്കിൽ കാന ഹംലുഹു വവദഉഹു വസിന്നുഹു ഫി സഅത്തിൻ വാഹിദ കമാ യശ്തഹി, അവൻ ആഗ്രഹിക്കുന്ന പോലെ ഒറ്റ സമയത്ത് തന്നെ ഗർഭവും പ്രസവവും അതുപോലെ അവൻ്റെ പ്രായമെത്തലും ഒക്കെ ഒരു സമയത്ത് തന്നെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. പിന്നെ സ്വർഗാവകാശികളായിട്ടുള്ള ആളുകളുടെ നീളവും വലുപ്പവും എല്ലാം വതൂലുഹു 60 ദിറാഅൻ, 60 ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ 60 അടിയായിട്ടുള്ള ആ വലുപ്പത്തിലായിരിക്കും എന്നുള്ളതെല്ലാം കാണാം. അതുപോലെ തന്നെ സ്വർഗത്തിൽ കയറി കഴിഞ്ഞാൽ വിളിച്ചു പറയപ്പെടുന്ന ഒരു വാക്കാണ് യുനാദി മുനാദ്, ഒരാൾ വിളിച്ചു പറയും ഇന്നലക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ, നിങ്ങൾക്കിനി എന്നും ആരോഗ്യമാണ്, ഒരു രോഗം വരാനില്ല. വഇന്നലക്കും അൻ തഹ്യൗ ഫലാ തമൂതു അബദ, നിങ്ങൾക്കിനി എന്നും ജീവിതമാണ്, ഒരിക്കലും മരണമില്ല. വൈന്നലക്കും മൻ തശിബ്ബു ഫലാ തഹ്റമു അബദ, നിങ്ങൾക്കിനി എന്നും യുവത്വമാണ്, ഒരിക്കലും വാർദ്ധക്യമില്ല. വൈന്നലക്കും മൻ തൻഅമു ഫലാ തബ്അസു അബദ, നിങ്ങൾക്ക് എന്നും അനുഗ്രഹമാണ്, ഒരിക്കലും ഒരു ശിക്ഷയുണ്ടാവില്ല, അവിടെ ഒരു ഉറക്കമോ മറ്റൊന്നും ഉണ്ടാകില്ല എന്ന് കാണാം. അതുപോലെ സ്വർഗത്തിൽ അങ്ങാടിയുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സ്വർഗത്തിലെ അങ്ങാടികളിൽ മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടും. അവിടെ വീശുന്ന കാറ്റിൽ അവർ കൂടുതൽ സൗന്ദര്യമുള്ളവരായി തിരിച്ച് വീട്ടിലേക്ക് അവരുടെ ഇണകളിലേക്ക് മടങ്ങുമ്പോൾ ഇണകൾ പറയും നിങ്ങൾ പോയതിനേക്കാൾ നല്ല സൗന്ദര്യമായിട്ടുണ്ടല്ലോ. ആളുകൾ തിരിച്ചു പറയും ഞങ്ങൾ പോകുമ്പോൾ ഉള്ളതിനേക്കാൾ നിങ്ങൾക്കും സൗന്ദര്യം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അവർ തിരിച്ചും പറയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. അതുപോലെ സ്വർഗത്തിൻ്റെ തണലുകളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇനി സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ ഏറ്റവും വലുത്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ 2 തരത്തിലുള്ളത്. 2 തരത്തിലാണ്, ദുനിയാവിലുള്ള പോലെ തന്നെ. ദുനിയാവിലൊരു മനുഷ്യനെ അനുഭവിക്കുന്ന ആസ്വാദനങ്ങൾ പ്രധാനമായും 2 തരത്തിലാണ്. എന്താണ്? ഒന്ന് ശരീരം കൊണ്ടുള്ളത്, 2 മനസ്സുകൊണ്ടുള്ളത്. സ്വർഗത്തിൽ അതുപോലെ തന്നെയാണ്. ദുനിയാവിലുള്ള പോലെ തന്നെ സ്വർഗത്തിലുണ്ട്. ദുനിയാവിൽ ഇതിലെ 2 ഏറ്റവും വലുത് ഏതാ? മനസ്സുകൊണ്ടുള്ളതാണ്. മനസ്സുകൊണ്ട് കൽബുകൊണ്ട് അനുഭവിക്കുന്നതാണ്. ശരീരം കൊണ്ട് അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ ആസ്വാദനം എന്താണ്? കൽബുകൊണ്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾ ഭക്ഷണം ഒഴിവാക്കിയിട്ട് നോമ്പെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒരാൾ ഉറക്കൊഴിവാക്കി രാത്രി സ്കരിക്കുന്നത്. കാരണം എന്താ? ശരീരത്തിൻ്റെ ആസ്വാദനേക്കാൾ കൽബിൻ്റെ ആസ്വാദനം ഉണ്ടാവും. സ്വർഗത്തിൽ അതുപോലെ തന്നെ ശരീരത്തിലുള്ള ആസ്വാദനങ്ങൾ നമ്മളോട് പറഞ്ഞൊക്കെ, ഭക്ഷണവും പാനീയങ്ങളും അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധവും അതെല്ലാം ഉള്ളത് ശരീരത്തിൻ്റെ ആസ്വാദനമാണ്. അവിടെയും കൽബിനനുഭവിക്കുന്ന ആസ്വാദനമുണ്ട്. കൽബിനും റൂഹിനുമായിട്ട് അനുഭവിക്കുന്ന ആസ്വാദനം. അതിലേറ്റവും വലുതാണെന്ത്? അള്ളാഹുവിനെ കാണുക എന്നുള്ളതും അള്ളാഹുവിൻ്റെ തൃപ്തി നേടുക എന്നുള്ളതും. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനം. അതിലും വലുത് അവിടുത്തെ കൽബിൻ്റെ റൂഹിൻ്റെ ആസ്വാദനം പറയും. ശരീരത്തിൻ്റെ ആസ്വാദനം ഉണ്ട്, അതോടൊപ്പം കൽബും റൂഹ അനുഭവിക്കുന്ന ആസ്വാദനത്തിൽ വലുത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞു ഇദാ ദഖല അഹ്ലുൽ ജന്നത്തിൽ ജന്ന, സ്വർഗാവകാശികൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും തുരീദൂന ഷൈഅൻ അസീദുക്കും, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വർദ്ധിപ്പിച്ചു തരണോ? അവർ പറയും അലം തുബയ്യൽ വുജൂഹന അലം തുദ്ഖിൽനൽ ജന്ന വ തുനജ്ജിന മിനൻ നാർ, നീ ഞങ്ങളുടെ മുഖം പ്രകാശപൂരിതമാക്കി, നീ ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിച്ചു, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പോൾ അല്ലാഹു തആല അള്ളാഹുവിൻ്റെ ഹിജാബ് നീക്കും. കിബ്രിയായിൻ്റെ ഹിജാബ് ഉണ്ട് അള്ളാഹുവിന്, ആ ഹിജാബ് നീക്കും. എന്നിട്ട് അവർ അള്ളാഹുവിനെ കാണും. എന്നിട്ട് നബി പറയാണ് ഫമാ ഉതു ഷൈഅൻ അഹബ്ബ ഇലൈഹിം മിനൻ നദരി ഇലാ റബ്ബിഹിം അസ്സ വജൽ, അവരുടെ റബ്ബിലേക്ക് നോക്കുന്നതിനേക്കാൾ വലിയ ആസ്വാദനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ദുആ ചെയ്യാൻ, വസ്അലുക ലദ്ദത നദരി ഇലാ വജ്ഹിക് വശൗഖ ഇലാ
ലിഖായിക്, അള്ളാഹു നിന്നെ കാണുമ്പോൾ ആസ്വാദനം നൽകണമേ, കാണാനുള്ള ആഗ്രഹം നൽകണമേ. പണ്ഡിതന്മാർ പറഞ്ഞു കാണുമ്പോൾ ആസ്വാദനം എന്താണ്? സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനമാണ്. കാണാനുള്ള ആഗ്രഹം എന്താണ്? ദുനിയാവിൽ ഒരാളുടെ കൽബിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനമാണ്. ഒന്ന് ആലോചിക്കുക, ഈ ദുആ നമ്മൾ അവസാനമായി ദുആ ചെയ്തിട്ട് എത്ര സമയമുണ്ടാവും? അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ആളുകൾ, ഈ ദുആ മുമ്പ് കേട്ടിട്ടുള്ള ആളുകൾ ഒന്ന് ആത്മാർത്ഥമായി സ്വന്തത്തിനോട് ചോദിച്ചു നോക്കി, നമ്മൾ എത്ര കാലമായിട്ടുണ്ടാവും അള്ളാഹിനെ കാണണം എന്നുള്ള, അള്ളാഹിനെ കാണാൻ പറ്റണേ നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യാൻ സാധിച്ചിട്ടെന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് നമ്മൾ വേറെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മക്കളെ കാണാൻ തോന്നും, ഭാര്യയെ കാണാൻ തോന്നും, മാതാപിതാക്കളെ കാണാൻ തോന്നും, ചിലപ്പോൾ നാട് കാണാൻ തോന്നും. അതായത് ഒരാൾക്ക് എന്തിനോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടമുള്ളതിനെ കാണാനും അതുമായിട്ട് ബന്ധപ്പെടാനും സംസാരിക്കാൻ ഒക്കെ തോന്നും. അത് സ്വാഭാവികമാണ് മനുഷ്യൻ. അപ്പോൾ അള്ളാഹുവിനോട് എത്ര ഇഷ്ടം നമ്മുടെ ഉള്ളിലുണ്ടോ അത്രയും നമുക്ക് അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം കൂടും. ഈ ദുആ നമുക്ക് ഓർമ്മ വരും. ഇത് കേട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ, കേൾക്കാത്ത ആളുകളാണെങ്കിൽ ഈ ദുആ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ഇരു ലോകത്തെയും ഏറ്റവും വലിയ ആസ്വാദനത്തെ ചോദിക്കുന്ന ദുആണ്. അപ്പോൾ അള്ളാഹുവിനെ കാണുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതായി ഒന്നും സ്വർഗത്തിലില്ല. ഇനി ലഭിക്കുന്നതിൽ, ഖൽബിന് ഇങ്ങോട്ട് ലഭിക്കുന്നതിൽ ഏറ്റവും വലുതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. ഒരു ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യഖൂലു ലി അഹ്ലിൽ ജന്ന യാ അഹ്ലൽ ജന്ന, സ്വർഗാവകാശികളെ അള്ളാഹു തആല വിളിക്കും, എന്നിട്ട് ചോദിക്കും സ്വർഗാവകാശികളെ, ഫയഖൂലുൻ ലബ്ബൈക്, അവർ പറയും, അവർ ഉത്തരം ചെയ്യും, ലബ്ബൈക് റബ്ബന, ഞങ്ങളിതാ ഉത്തരം ചെയ്യുന്നു, വസഅദൈക് വൽ ഖൈറു ഫി യദൈക്, എന്നിട്ട് പറയും ഫയഖൂമു ഹൽ റളീതും, അള്ളാഹു ചോദിക്കും നിങ്ങൾക്ക് തൃപ്തിയായോ? ദുനിയാവിൽ എന്തൊക്കെ ക്ഷമിച്ചിട്ടും എന്തെല്ലാം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ടും ആഗ്രഹങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടൊക്കെയാണ് ഒരു അടിമ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടും പലതും ഒഴിവാക്കിയിട്ടും ഇബാദത്തുകൾ കൂടുതൽ മുന്നേറിയത്. അള്ളാഹു ചോദിക്കും ഹൽ റളീതും, നിങ്ങൾക്ക് പകരം കിട്ടിയതൊക്കെ നിങ്ങൾക്ക് തൃപ്തിയായോ? തരാന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ തൃപ്തിയായോ ചോദിക്കും. ഫയഖൂലൂൻ മാ ലനാ ലാ നർദാ, അവർ തിരിച്ചു ചോദിക്കും ഞങ്ങൾക്ക് എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കാൻ പറ്റുക? അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലുതാ കിട്ടിയിട്ടുള്ളത്, എങ്ങനെ തൃപ്തിപ്പെടാതിരിക്കാൻ പറ്റുക? യാ റബ്ബി വഖദ് അഅതൈതനാ മാ ലം തുഅത അഹദൻ മിൻ ഖൽഖിക്, നിന്റെ ഒരു സൃഷ്ടിക്കും കൊടുക്കാത്ത അത്രയല്ലേ നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്, വേറൊരാൾക്കും കൊടുക്കാത്ത അത്ര നീ ഞങ്ങൾക്ക് തന്നിട്ടില്ലേ? ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല ചോദിക്കും അലാ ഉഅതീകും അഫ്ളല മിൻ ദാലിക്, ഇതിനേക്കാൾ അഫ്ളലായിട്ടുള്ള ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ ചോദിക്കും. ഫയഖൂലൂൻ, അപ്പോൾ അവർ പറയും യാ റബ്ബി വ അയ്യു ഷൈഇൻ അഫ്ളലു മിൻ ദാലിക്, എൻ്റെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഇതിനേക്കാൾ അഫ്ളലായിട്ട് ഇനി എന്താ ഉള്ളത്? ഇനി എന്താ ഉള്ളത്? ഫയഖൂൽ, അപ്പോൾ അല്ലാഹു തആല പറയും ഉഹില്ല അലൈക്കും റിദ്വാനി ഫലാ അസ്ഖതു അലൈക്കും ബഅദഹു അബദാ, എൻ്റെ തൃപ്തി നിങ്ങളുടെ മേലെ നിർബന്ധമാവുകയാണ്, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളോട് എന്താവൂല, കോപിക്കൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. റിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹു എന്നുള്ള തൃപ്തിയാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇതാണ് സ്വർഗത്തിൻ്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ആസ്വാദനവും ലഭിക്കുന്ന അനുഗ്രഹവും. ശാരീരികമായിട്ടുള്ള ബാക്കിയെല്ലാം ഉണ്ട്, ഖൽബിന് ലഭിക്കുന്നതിൽ, റൂഹിന് ലഭിക്കുന്നതിൽ ഏറ്റവും വലുത് ഇതാണ്. അപ്പോൾ ഇത് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളാകെ ചെയ്യേണ്ട എന്താണ്? കുറഞ്ഞ ഈ കാലം ഈ ദുനിയാവിൽ നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 30-40 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര പ്രായമാണെങ്കിലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടിയേ ഉള്ളൂ. എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ അനുഗ്രഹത്തെ ഒഴിവാക്കുന്നത്? ദുനിയാവിൻ്റെ അനുഗ്രഹങ്ങൾക്കും എന്തായാലും ദുനിയാവ് നമ്മൾ വിട്ടുപോകണം. ദുനിയാവിലെ ഏറ്റവും സമ്പത്തും ഏറ്റവും സൗകര്യമുള്ള ആൾ പേടിച്ചിട്ടാണ് ജീവിക്കുക, ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോവുമെന്ന് പേടിച്ചിട്ട്. സംശയം ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി. ഏറ്റവും നല്ല വാഹനവും ഏറ്റവും നല്ല വീടും താമസിക്കുന്ന ആളുകളൊക്കെ അവരുള്ളിൽ ഇതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ള പേടി ഇല്ലാതെ ഒരു നിമിഷം ഇരിക്കാൻ പറ്റൂല. നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വില കൂടിയൊരു വസ്തു ഉണ്ടെങ്കിൽ ഇതിനെന്തെങ്കിലും പറ്റുമോ എന്ന് പേടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റൂല. നമ്മൾ ശ്രദ്ധിക്കും, നമ്മളതിനെ ശ്രദ്ധിച്ചു നോക്കും. അപ്പോൾ സ്വർഗത്തിൽ എന്തില്ല? നഷ്ടപ്പെടുന്ന ഒന്നുമില്ല. ഇവിടുന്ന് നഷ്ടപ്പെടുന്ന ഉറപ്പുള്ള സാധനമാണോ, എന്നും നിലനിൽക്കുന്ന ഉറപ്പുള്ള സാധനമാണോ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രതീക്ഷിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ സ്വർഗത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക, ചിന്തിക്കുക, അതിനു വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് അതിനെ മനസ്സിലാക്കുക. അങ്ങനെ ആലോചിച്ച് മറ്റെന്തിനേയും നിയന്ത്രിക്കാൻ, നമ്മുടെ ഇച്ഛകളെ നിയന്ത്രിക്കാൻ, നമ്മുടെ പാപങ്ങളെ ഒഴിവാക്കാൻ, കൂടുതൽ നന്മകൾ ചെയ്യാൻ, അതിനെല്ലാം ഈ ഒരു ചിന്ത ഉപകരിക്കും. അതുകൊണ്ട് ഈ സ്വർഗത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു ആ സ്വർഗത്തിൽ നമ്മെ ഓരോരുത്തരെയും പ്രവേശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹുവിനെ നോക്കുന്ന, അത് ആസ്വദിക്കുന്ന അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.